നമുക്ക് തെറ്റുപറ്റിയതിനു ശേഷം തിരുത്തുവാൻ മനുഷ്യകർമ്മങ്ങളുടെ കാര്യത്തിൽ തിരുത്തിയിട്ട് കാര്യമില്ല. നമുക്കറിയാം കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം ലോകത്തിലേക്ക് വന്നത് വലിയൊരു വാഗ്ദാനമായി കൊണ്ടാണ്. സകലവിധ തിന്മകളിൽ നിന്നും മനുഷ്യരെ മോചിപ്പിക്കുവാൻ ഉള്ള അഥവാ എല്ലാവിധത്തിലുള്ള അനീതികളിൽ നിന്നും അക്രമങ്ങളിൽ നിന്നും മനുഷ്യ സമൂഹമേ നിങ്ങൾക്ക് മോചനത്തിന്റെ മുദ്രാവാക്യം ഇതാ. എന്താണ് എല്ലാ തിന്മകൾക്കും കാരണം? സ്വകാര്യ സ്വത്ത്. ആ സ്വകാര്യ സ്വത്തിന്റെ നിർമൂലനത്തിലൂടെ നമുക്ക് സുന്ദരമായ ഒരു സ്വർഗരാജ്യം പടക്കാമെന്ന് പറഞ്ഞ് രംഗത്ത് വന്ന കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം എന്താ സംഭവിച്ചത്? നീണ്ട 70 വർഷക്കാലം കൊണ്ട്, നീണ്ട 7 പതിറ്റാണ്ടുകൾ കൊണ്ട് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം അവരുടെ സ്വകാര്യ സ്വത്ത് നിർമൂലനത്തിനു വേണ്ടി ശ്രമിച്ചു. അവര് മാർക്സിന്റെയും എംഗൽസിന്റെയും ബുദ്ധിയിൽ തോന്നിയ അവരുടെ അതിശക്തമായ ധിഷണയിൽ ഉദിച്ചു വന്ന സുന്ദരമായ ഒരു ആദർശം അത് നടപ്പിലാക്കാൻ വേണ്ടി ശ്രമിച്ചു. എന്ത് സംഭവിച്ചു? അവര് 2 കോടിയോളം മനുഷ്യരെ കൊന്നു. എന്തിനു വേണ്ടി? ഇതിനു വേണ്ടി സ്വകാര്യ സ്വത്തിന്റെ നിർമൂലനത്തിനു വേണ്ടി. പക്ഷേ ആ 7 പതിറ്റാണ്ടുകൾക്ക് ശേഷം ഞങ്ങളുടെ സിദ്ധാന്തം തെറ്റായിരുന്നു എന്ന് ബോധ്യപ്പെട്ട് ആ സിദ്ധാന്തങ്ങൾക്ക് നിമിത്തമായ ആളുകളുടെ പ്രതിമകൾ തല്ലിയുടച്ചുകൊണ്ടിരിക്കുന്ന ആളുകളെ നമ്മൾ കാണുന്നു. ആ രാജ്യങ്ങൾ തന്നെ തിരിച്ച് ഈ സ്വകാര്യ സ്വത്ത് സ്വീകരിക്കാൻ വേണ്ടി മുതലാളിത്ത രാജ്യങ്ങളിലേക്ക് ദണ്ഡി നടക്കുന്ന കാഴ്ച നമ്മൾ കാണുന്നു. എങ്കിൽ ഈ 2 കോടി മനുഷ്യരെ എന്തിനു കൊന്നു? ചോദ്യം അതാണ്. അല്ലാതെ കമ്മ്യൂണിസത്തിനെ വിമർശിക്കുകയല്ല ഞാൻ, അതിന് മറ്റൊരു വേദിയാണ്. ഇവിടെ എന്താണ് അടിസ്ഥാനപരമായ കാര്യം? മനുഷ്യർക്ക് നന്മ തിന്മകൾ തെരഞ്ഞെടുക്കുവാൻ, എന്താണ് ശരി എന്താണ് തെറ്റി എന്ന് കൃത്യമായി മനസ്സിലാക്കുവാൻ അവന് വ്യക്തിപരമായോ സാമൂഹികമായോ ദേശീയമായോ സാധ്യമാണോ? സാധ്യമല്ല. നമുക്കറിയാം നക്സലൈറ്റ് പ്രസ്ഥാനം കേരളത്തിൽ ഉണ്ടായ നക്സലൈറ്റ് പ്രസ്ഥാനങ്ങൾ എന്താണ് സംഭവിച്ചത് എന്ന് നമ്മൾ അറിയുന്നു. നൂറുകണക്കിന് യുവാക്കളുടെ മസ്തിഷ്കത്തെ ജാഗരം കൊള്ളിച്ചുകൊണ്ട് കടന്നു വന്ന നക്സലൈറ്റ് പ്രസ്ഥാനം അവർ നിർമൂലനത്തിന്റെ സിദ്ധാന്തത്തിൽ വിശ്വസിച്ചുകൊണ്ട് അവർ സുഖസുന്ദരമായ ഒരു ലോകത്തെ, എല്ലാ അനീതികളിൽ നിന്ന് മുക്തമായ ഒരു ലോകത്തെ സ്വപ്നം കണ്ടുകൊണ്ട് നടത്തിയ പ്രവർത്തനങ്ങൾ അവർക്ക് തന്നെ കുറച്ചു കാലം കഴിഞ്ഞപ്പോൾ മനസ്സിലായി തങ്ങളുടെ പാത തെറ്റായിരുന്നുവെന്ന്. പക്ഷേ തങ്ങളുടെ പാതയിൽ നൂറുകണക്കിന് ആളുകൾക്ക് രക്തസാക്ഷിത്വം നൽകി അവരെ ആരെയെങ്കിലും പുനർജീവിപ്പിക്കുവാൻ സാധ്യമാണോ? തീർച്ചയായും സാധ്യമല്ല. ഇതിനർത്ഥം എന്താണ്? മനുഷ്യന് ധർമാധർമ്മങ്ങൾ തെരഞ്ഞെടുക്കുവാൻ അവന്റെ ബുദ്ധിക്ക് സാധ്യമല്ല. ശരി തെറ്റുകൾ പൂർണ്ണമായി വ്യവച്ഛേദിക്കുവാൻ അവന്റെ ചിന്തക്ക് സാധ്യമല്ല. എങ്കിൽ അതിന് കൃത്യമായൊരു പ്രമാണം വേണം. അതാണ് അതിന് ആർക്കാണ് സാധിക്കുക? അതിന് സാധിക്കുക മനുഷ്യനെ കുറിച്ച്, അവന്റെ ചുറ്റുപാടുകളെ കുറിച്ച്, അവന്റെ പ്രവർത്തനം വഴിയുണ്ടാകുന്ന സകലമാന പ്രശ്നങ്ങളെയും കുറിച്ച്, ഭൂതഭാവി കാലങ്ങളെ കുറിച്ച് കൃത്യമായി വ്യക്തമായി സൂക്ഷ്മമായി അറിയാവുന്ന ഒരുവന് മാത്രമേ മനുഷ്യന്റെ കർമ്മങ്ങൾ നിശ്ചയിക്കുവാൻ സാധിക്കുകയുള്ളൂ. അവനെ കുറിച്ച് വേദഗ്രന്ഥങ്ങൾ മുഴുവനും പറയുന്നു, സൃഷ്ടാവാണവൻ, സൃഷ്ടികർത്താവാണവൻ. ആ സൃഷ്ടികർത്താവ് മനുഷ്യരെ നിങ്ങൾ എങ്ങനെ ജീവിക്കണമെന്ന് പഠിപ്പിക്കുവാൻ വേണ്ടിയാണ് ദൈവദൂതന്മാരെ പറഞ്ഞയച്ചത് എന്നാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത്. മനുഷ്യരെ നിങ്ങളുടെ ജീവിതത്തിന്റെ വ്യത്യസ്തങ്ങളായ ഭാഗങ്ങളിൽ നിങ്ങൾ ഏതൊരു നിയമമാണ് അനുധാവനം ചെയ്യേണ്ടത് എന്ന് വ്യക്തമായി കൃത്യമായി മനുഷ്യരെ ഉത്ബോധനം ചെയ്യാൻ വേണ്ടിയാണ് പ്രവാചകന്മാർ, ദൈവദൂതന്മാർ വന്നത്. ഈ ദൈവദൂതന്മാർ ഏതെങ്കിലും പ്രദേശത്തിന്റെ കുത്തകയാണോ? പരിശുദ്ധ ഖുർആൻ അർത്ഥശങ്കക്കിടയില്ലാത്തവണ്ണം പറഞ്ഞു, വൈൻ മിൻ ഉമ്മത്തിനില്ലാ ഖലാ ഫിഹാ നദീർ. ഖുർആനിലെ 35-ാം അധ്യായം സൂറത്തുൽ ഫാത്തിറിലെ 24-ാമത്തെ വചനം. ഒരൊറ്റ സമുദായവും കഴിഞ്ഞു പോയിട്ടില്ല ഒരു ദൈവദൂതന്റെ നിയോഗമുണ്ടായിട്ടല്ലാതെ. എല്ലാ സമുദായങ്ങളിലേക്കും പ്രവാചകന്മാരുടെ നിയോഗമുണ്ടായിട്ടുണ്ട്, എല്ലാ സമുദായങ്ങളിലേക്കും. ഖുർആൻ ആവർത്തിച്ച് പറയുന്ന കാര്യമാണ് ഇത്. ഒരിക്കലല്ല, പല തവണ. ഇസ്രായേൽ തറവാട്ടിലേക്ക് മാത്രമാണോ? അറബികൾക്കിടയിലേക്ക് മാത്രമാണോ? സെമിറ്റിക്കുകാർക്കിടയിലേക്ക് മാത്രമാണോ? അല്ലയല്ല, ലികുല്ലി ഉമ്മത്തിൻ റസൂൽ, ലികുല്ലി ഉമ്മത്തിൻ റസൂൽ. അതേപോലെ തന്നെ വലികുല്ലി ഖൗമിൻ ഹാദ് ഖുർആൻ ആവർത്തിച്ച് പറയുന്നു. ഖുർആനിലെ 10-ാം അധ്യായം സൂറത്ത് യൂനിസിലെ 47-ാമത്തെ വചനത്തിൽ, ഖുർആനിലെ 13-ാം അധ്യായം സൂറത്ത് റഅദിലെ 7-ാമത്തെ വചനത്തിൽ ഇങ്ങനെ ആവർത്തിച്ച് പറയുന്ന കാര്യം. എല്ലാ സമുദായങ്ങളിലേക്കും പ്രവാചകന്മാർ കടന്നു വന്നിട്ടുണ്ട്. ആ പ്രവാചകന്മാരെ മുഴുവനും അംഗീകരിക്കേണ്ടത് ഒരു മുസ്ലിമിന്റെ ബാധ്യതയാണ്. ആദ്യമായി ഏതെങ്കിലും ഒരു പ്രവാചകനെയല്ല, ഇന്ത്യയിലേക്കും ലോകത്തിന്റെ വ്യത്യസ്തങ്ങളായ ഭാഗങ്ങളിലേക്കും അറേബ്യയിലേക്കും സെമിറ്റിക് സമൂഹങ്ങളിലേക്കും അല്ല ആദിവാസി സമൂഹങ്ങളിലേക്ക് പോലും കടന്നു വന്നിട്ടുള്ള ദൈവദൂതന്മാരെ കൃത്യമായി അംഗീകരിക്കാതെ ഒരു മുസ്ലിമിന് മുസ്ലിമാകാൻ സാധ്യമല്ല. ഖുർആൻ വളരെ വ്യക്തമായി പറയുന്ന കാര്യമാണത്. ഖുർആൻ മുസ്ലിമിനോട് പ്രഖ്യാപിക്കുവാൻ വേണ്ടി ആവശ്യപ്പെടുകയാണ്. ഖുൽ ആമന്നാ ബില്ലാഹി വമാ ഉൻസില അലൈനാ വമാ ഉൻസില അലാ ഇബ്രാഹീമ വ ഇസ്മാഈല വ ഇസ്ഹാഖ വ യാഖൂബ വൽ അസ്ബാത്തി വമാ ഊതിയ മൂസാ വ ഈസാ വൻ നബിയ്യൂന മിൻ റബ്ബിഹിം ലാ നുഫർരിഖു ബൈന അഹദിൻ മിൻഹും വ നഹ്നു ലഹു മുസ്ലിമൂൻ. ഖുർആനിലെ 3-ാം അധ്യായം സൂറത്ത് ആൽ ഇംറാൻ 84-ാമത്തെ വചനമാണ്.
എന്താ ഖുർആൻ പറയുന്നത്? നിങ്ങൾ പറയുക, ഞങ്ങൾ സർവേശ്വരനായ തമ്പുരാനിൽ അള്ളാഹുവിൽ വിശ്വസിച്ചിരിക്കുന്നു, അതോടൊപ്പം തന്നെ ഞങ്ങൾക്ക് അവതരിപ്പിക്കപ്പെട്ട ഈ ഗ്രന്ഥത്തിൽ ഞങ്ങൾ വിശ്വസിച്ചിരിക്കുന്നു. അതേ രൂപത്തിൽ തന്നെ ഞങ്ങൾക്ക് മുൻപുള്ള പ്രവാചകന്മാർക്ക്, അബ്രഹാമിന്, ഇസ്മായേലിന്, ഇസാക്കിന്, യാക്കോബിന്, യാക്കോബിന്റെ പുത്രന്മാർക്ക്, മോശയ്ക്ക്, യേശുവിന് എന്നുവേണ്ട ലോകത്തിന്റെ വ്യത്യസ്തങ്ങളായ ഭാഗങ്ങളിലേക്ക് മുഴുവനും കടന്നുവന്ന സകലമാന പ്രവാചകന്മാരെയും അവരെ മുഴുവനും ഞങ്ങൾ അംഗീകരിച്ചിരിക്കുന്നു. അവർ തമ്മിൽ വൈജാത്യം കാണിക്കുവാൻ ഞങ്ങൾക്ക് പാടുള്ളതല്ല. അതാണ്, അവർ തമ്മിൽ വ്യത്യാസമില്ല. ലോകത്ത് ദൈവിക മാർഗദർശനം നൽകുവാൻ വേണ്ടി കടന്നു വന്ന പ്രവാചകൻ ഇന്ത്യയിൽ ജനിച്ചാലും അറേബ്യയിൽ ജനിച്ചാലും ലോകത്തിന്റെ ഏത് ഭാഗത്ത് ജനിച്ചാലും ലാ നുഫർരിഖു ബൈന അഹദിൻ മിൻഹും, അവർക്ക് തമ്മിൽ യാതൊരു വിധത്തിലുള്ള ഉച്ചനീചത്വവും ഞങ്ങൾ കൽപ്പിക്കുന്നില്ല. വനഹ്നു ലഹു മുസ്ലിമൂൻ. കാരണം എന്താ? ആ പ്രവാചകന്മാർ മുഴുവനും പഠിപ്പിച്ച പാതയുടെ വക്താക്കളാണ് ഞങ്ങൾ മുസ്ലിങ്ങളാകുന്നു. എല്ലാ പ്രവാചകന്മാരും, ഒരു പ്രവാചകനും നിങ്ങൾ വേദഗ്രന്ഥങ്ങൾ എടുത്ത് പരിശോധിക്കുക, സ്വന്തം പേരിലോ, സ്വന്തം തറവാടിന്റെ പേരിലോ, സ്വന്തം സമൂഹത്തിന്റെ പേരിലോ, സ്വന്തം ദേശത്തിന്റെ പേരിലോ ഏതെങ്കിലും ഒരു മതം സ്ഥാപിച്ച ഒരു ആചാര്യനെ, ഒരു പ്രവാചകനെ നിങ്ങൾക്ക് വേദഗ്രന്ഥങ്ങളിലൊന്നും കാണാൻ സാധ്യമല്ല. എന്നാൽ അവരെല്ലാവരും പറഞ്ഞു, നിങ്ങൾ ദൈവത്തെ അറിയുക, അവന്റെ മാർഗദർശനം അനുസരിച്ചുകൊണ്ട് ജീവിക്കുക. ദൈവത്തെ അറിയുക എന്ന് പറയാൻ എളുപ്പപാട്. എന്താ ദൈവത്തെ അറിഞ്ഞിട്ട് കാര്യം? ആ പടച്ച തമ്പുരാൻ അറിയുന്നത് എന്തിനു വേണ്ടിയാ? അവന്റെ മാർഗദർശനം അനുസരിച്ചുകൊണ്ട് ജീവിക്കുവാൻ വേണ്ടിയാ. ഈ സൃഷ്ടാവായ തമ്പുരാൻ പ്രവാചകന്മാരെ പറഞ്ഞു. ആ പ്രവാചകന്മാരോടൊപ്പം മനുഷ്യർ എങ്ങനെ ജീവിക്കണമെന്ന് പഠിപ്പിക്കാൻ, ജീവിതത്തിന് മാർഗദർശനം നൽകുവാൻ വേണ്ടി വേദഗ്രന്ഥങ്ങളെ കൊടുത്തയച്ചു. വേദഗ്രന്ഥങ്ങൾ എന്തിനു വേണ്ടിയാ കൊടുത്തയച്ചത്? മനുഷ്യരെ തമ്മിലടിപ്പിക്കാനാണോ? പരിശുദ്ധ ഖുർആൻ വേദഗ്രന്ഥങ്ങളുടെ അവതരണ ഉദ്ദേശത്തെക്കുറിച്ച് വിശദമായി പറയുന്നുണ്ട്. ഖുർആനിലെ 2-ാം അധ്യായം സൂറത്തുൽ ബഖറയിലെ 213-ാമത്തെ വചനത്തിൽ. അത് തുടങ്ങുന്നത് തന്നെ കാനന്നാസ് ഉമ്മത്തം വാഹിദ എന്ന് പറഞ്ഞുകൊണ്ടാണ്. മനുഷ്യ സമുദായം ഒരൊറ്റ സമുദായമായിരുന്നു. ആ സമുദായം ഭിന്നിക്കാനുള്ള കാരണമെന്താ? ദൈവിക മാർഗദർശനത്തിൽ നിന്ന് അകന്നു പോയതാണ്. അതുകൊണ്ട് തന്നെ ദൈവിക മാർഗദർശനത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരുവാൻ വേണ്ടിയാണ് പ്രവാചകന്മാർ ഇറങ്ങി വന്നത്. ആ പ്രവാചകന്മാരിലൂടെ എന്താണ്, ഏതൊക്കെ നിയമങ്ങളാണ് മനുഷ്യർ ജീവിതത്തിൽ അനുധാവനം ചെയ്യേണ്ടത് എന്ന് പഠിപ്പിക്കാനാണ് വേദഗ്രന്ഥങ്ങൾ അവതരിപ്പിച്ചത്. പക്ഷേ മനുഷ്യനാണല്ലോ, മനുഷ്യൻ വേദഗ്രന്ഥങ്ങൾക്ക് ശേഷം വേദഗ്രന്ഥങ്ങളുടെ വക്താക്കളായി രംഗത്ത് വന്ന ആളുകളുണ്ടായി. അവർ വേദഗ്രന്ഥങ്ങളുടെ ആളുകളായി ലോകത്തിന്റെ മുന്നിൽ പ്രത്യക്ഷപ്പെട്ടു. പൗരോഹിത്യത്തെ കുറിച്ച് ഇവിടെ പറഞ്ഞു. പൗരോഹിത്യം കടന്നു വരുന്നത് ഇങ്ങനെയാണ്. വേദഗ്രന്ഥം അനുസരിച്ച് ജീവിക്കാനും വേദഗ്രന്ഥത്തിന്റെ വക്താക്കളുമായ ഒരു പ്രത്യേക വിഭാഗവും ജനങ്ങളോട് എങ്ങനെയും ജീവിച്ചോളൂ, ഞങ്ങളെ നിങ്ങൾ തീറ്റിപ്പൊറ്റിയാൽ മതി എന്ന് പറയുന്ന ഒരു വിഭാഗം രംഗത്ത് വന്നു. അവർ തങ്ങളുടെ താല്പര്യങ്ങൾക്ക് വേദഗ്രന്ഥങ്ങൾ എതിരായപ്പോ വേദഗ്രന്ഥങ്ങളെ മാറ്റി എഴുതാൻ സന്നദ്ധമായി. വേദഗ്രന്ഥങ്ങളെ മാറ്റി എഴുതിയവർ ഖുർആൻ വളരെ വ്യക്തമായി തന്നെ അതിനെ വിമർശിച്ചുകൊണ്ട് പറഞ്ഞു, ഫവൈലുൽ ലില്ലദീന യക്തുബൂനൽ കിതാബ ബിയൈദിഹിം തുമ്മ യഖൂലൂന ഹാദാ മിൻ ഇൻദില്ലാഹി ലിയസ്തറൂ ബിഹി സമനൻ ഖലീലൻ. ഖുർആനിലെ 2-ാം അധ്യായം സൂറത്തുൽ ബഖറയിലെ 79-ാമത്തെ വചനം. എന്താ ഖുർആൻ പറയുന്നത്? കേവലം തുച്ഛമായ ഭൗതിക ലാഭങ്ങൾക്ക് വേണ്ടി സ്വന്തം കൈകൾ കൊണ്ട് ഗ്രന്ഥമെഴുതിയുണ്ടാക്കി അവ ദൈവികവാണി എന്ന് പറഞ്ഞവർക്ക് നാശം. സ്വന്തം കൈകൾ കൊണ്ട് ഗ്രന്ഥം എഴുതി ഉണ്ടാക്കിയിട്ട് പറഞ്ഞു, അത് ദൈവിക ഗ്രന്ഥാട്ടോ, ഇതനുസരിച്ച് ജീവിച്ചോളൂ എന്ന് പറയാൻ രംഗത്ത് വന്നു. അതേപോലെ തന്നെ സത്യവും അസത്യവും കൂട്ടിക്കലർത്തി. ഖുർആൻ വേദത്തിന്റെ വക്താക്കൾ എന്ന് പറയുന്ന ആളുകളോട് പറഞ്ഞു, യാ അഹ്ലൽ കിതാബ് ലിമ തൽബിസൂനൽ ഹഖ്ഖ ബിൽ ബാത്തിൽ വതക്തുമൂനൽ ഹഖ്ഖ വഅൻതും തഅലമൂൻ. ഖുർആനിലെ 3-ാം അധ്യായം സൂറത്ത് ആൽ ഇംറാൻ 71-ാമത്തെ വചനം. അതെ, എന്താണ് വേദക്കാരെ, നിങ്ങൾ എന്തിനാണ് സത്യവും അസത്യവും കൂട്ടിക്കലർത്തുന്നത്? എന്നിട്ട് എന്തിനാണ് സത്യത്തെ മറച്ചു വെക്കുകയും ചെയ്യുന്നത്? അതാണ് വേദക്കാരോട് ചോദിച്ചത്. അതെ, സത്യം ദൈവിക മാർഗദർശനമാണ്. വടച്ച തമ്പുരാൻ എന്താണ് പറഞ്ഞത്? അതാണ് സത്യം, ആത്യന്തികമായ സത്യം. അതിനെ സ്വന്തം താല്പര്യങ്ങൾക്കെതിരായപ്പോ അത് വ്യക്തമായി മാറ്റിവെച്ചു. എന്നിട്ട് സ്വന്തം താല്പര്യങ്ങൾക്ക് അനുകൂലമായ ഭാഗങ്ങൾ എഴുതിയുണ്ടാക്കി വേദഗ്രന്ഥങ്ങളാണ് എന്ന് പറഞ്ഞ് പ്രചരിപ്പിച്ചു. ഇതിനെ ഖുർആൻ വിമർശിക്കുന്നുണ്ട്. പക്ഷേ ലോകത്തിന്റെ വ്യത്യസ്തങ്ങളായ ഭാഗങ്ങളിലേക്ക് അവതരിപ്പിക്കപ്പെട്ട വേദഗ്രന്ഥങ്ങൾ, അടിസ്ഥാന വേദഗ്രന്ഥങ്ങളെ, ദൈവിക മാർഗദർശനം മാത്രം ഉൾക്കൊള്ളുന്ന ഗ്രന്ഥങ്ങളെ അംഗീകരിക്കുന്നു പരിശുദ്ധ ഖുർആൻ. പക്ഷേ ഈ ദൈവിക മാർഗദർശനം ഉൾക്കൊള്ളുന്ന ഗ്രന്ഥങ്ങൾ എവിടെ എന്നൊരു ചോദ്യം പ്രസക്തമാണ്. ഇന്ന് മനുഷ്യരുടെ കരവിരുതുകൾക്ക് വിധേയമാക്കപ്പെട്ട ഗ്രന്ഥങ്ങളാണ് എവിടെയും നമുക്ക് കാണാൻ സാധിക്കും. ഇവിടെയാണ് അന്തിമ പ്രവാചകൻ കടന്നു വരുന്നത്. ഞാൻ പറഞ്ഞു, ലോകത്തിന്റെ വ്യത്യസ്തങ്ങളായ ഭാഗങ്ങളിലേക്ക് ദൈവദൂതന്മാരെ പറഞ്ഞയച്ചു ദൈവം തമ്പുരാൻ.
ദൈവദൂതന്മാരെ പറഞ്ഞയച്ചു. എന്തിനു വേണ്ടി? അവരുടെ പേരിൽ മതം സ്ഥാപിക്കാനല്ല, അവരെ ആരാധിക്കണമെന്ന് പറയാനല്ല, മറിച്ച് അവരെ പറഞ്ഞയച്ചത് എന്തിനു വേണ്ടിയാ? ദൈവിക മാർഗദർശനത്തിലേക്ക് ജനങ്ങളെ ക്ഷണിക്കാൻ വേണ്ടി. അങ്ങനെ കടന്നു വന്ന പ്രവാചകന്മാർ, ദൈവദൂതന്മാർ, അവരിലൂടെ അവതരിപ്പിക്കപ്പെട്ട വേദഗ്രന്ഥങ്ങൾ, ഇതെല്ലാം ദൈവദൂതന്മാരുടെ ജീവിത കഥനവും പ്രവാചകന്മാരുടെ ഉപദേശങ്ങളുമെല്ലാം കരവിരുതുകൾക്ക് വിധേയമാക്കപ്പെട്ടപ്പോൾ, താല്പര്യങ്ങൾക്ക്, സങ്കുചിത താല്പര്യങ്ങൾക്കനുസരിച്ച് കരവിരുതുകൾക്ക് വിധേയമാക്കപ്പെടുകയുണ്ടായി. ഇത് നമുക്ക് ചരിത്രത്തിൽ, വേദങ്ങളുടെ ചരിത്രം പരിശോധിച്ചാൽ കാണാൻ സാധിക്കും. ഇവിടെ എല്ലാ വേദഗ്രന്ഥങ്ങളിലും കാണുവാൻ സാധിക്കുന്ന ഒരു കാര്യമുണ്ട്. ഒരു അന്തിമാചാര്യനെ കുറിച്ചുള്ള പ്രവചനം, ഒരു അന്തിമാചാര്യനെ കുറിച്ചുള്ള വിശ്വാസം. ഈ അന്തിമാചാര്യനായി കടന്നു വരികയാണ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. പ്രവാചകന്മാരെ മുഴുവനും അംഗീകരിച്ചുകൊണ്ട് ആ പ്രവാചകന്മാരെ മുഴുവനും പഠിപ്പിച്ച ആശയങ്ങളുടെ പൂർത്തീകരണവുമായി കടന്നു വന്ന വ്യക്തിയാണ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അദ്ദേഹത്തിന്റെ നിയോഗം മുഴുവൻ മനുഷ്യരിലേക്കും വേണ്ടിയാണ്. ഖുർആൻ പറഞ്ഞത് അതാണ്. വമാ അർസൽനാക ഇല്ലാ കാഫത്തൻ ലിന്നാസി ബശീറൻ വനദീറൻ വലാകിന്ന അക്സറൻ നാസി ലാ യഅലമൂൻ. ഖുർആനിലെ 34-ാം അധ്യായം സൂറത്ത് സബഅയിലെ 28-ാമത്തെ വചനം. താങ്കളെ നാം നിയോഗിച്ചിട്ടുള്ളത്, പടച്ച തമ്പുരാൻ പറയുകയാണ് പരിശുദ്ധ ഖുർആനിലൂടെ, മുഴുവൻ മനുഷ്യരിലേക്കും കൂടിയാണ്. മുഴുവൻ മനുഷ്യരിലേക്കും, ഏതെങ്കിലും പ്രത്യേക വിഭാഗത്തിലേക്കല്ല, ഏതെങ്കിലും പ്രത്യേക സമുദായത്തിലേക്കല്ല, ഏതെങ്കിലും പ്രത്യേക രാജ്യത്തിലേക്കല്ല, മുഴുവൻ മനുഷ്യർക്കും. എന്തിനു വേണ്ടി? സന്തോഷ വാർത്ത അറിയിക്കാൻ, മുന്നറിയിപ്പ് നൽകാൻ, ദൈവിക മാർഗദർശനം അനുസരിച്ച് ജീവിക്കുന്നവർക്ക് വന്നു ഭവിക്കാനിരിക്കുന്ന ദൈവിക അനുഗ്രഹങ്ങളെക്കുറിച്ച് സന്തോഷ വാർത്തയും മാർഗദർശനത്തെ തിരസ്കരിക്കുന്നവർക്ക് ലഭിക്കുവാനിരിക്കുന്ന ദൈവകോപത്തെക്കുറിച്ചുള്ള മുന്നറിയിപ്പ് നൽകുവാൻ വേണ്ടി കടന്നു വന്ന വ്യക്തിയാണ്, അന്തിമ പ്രവാചകനാണ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അദ്ദേഹത്തിലൂടെ അവതരിപ്പിക്കപ്പെട്ട വേദഗ്രന്ഥമാണ് പരിശുദ്ധ ഖുർആൻ. ഇവിടെ എന്താണ് ഒരു സവിശേഷത? പരിശുദ്ധ ഖുർആനിൽ മനുഷ്യരുടെ കരവിരുതുകൾ നടന്നിട്ടില്ല. അന്തിമ പ്രവാചകന്റെ ജീവിതം മനുഷ്യരുടെ കരവിരുതുകളിൽ നിന്ന് മുക്തമായി വ്യക്തമായി ലഭിക്കുവാൻ ആവശ്യമായ കൃത്യമായ സംവിധാനങ്ങളുണ്ട്. ഖുർആനിനെ സംരക്ഷിക്കാമെന്ന് പടച്ച തമ്പുരാൻ തന്നെ ഏറ്റെടുത്തിട്ടുള്ളതാണ്. നമ്മൾ പരിശുദ്ധ ഖുർആനിലെ 15-ാം അധ്യായം സൂറത്തുൽ ഹിജ്റിലെ 9-ാമത്തെ വചനത്തിൽ വായിക്കുന്നത് അതാണ്. ഇന്നാ നഹ്നു നസ്സൽന ദിക്റ വഇന്നാ ലഹു ലഹാഫിളൂൻ. നാം ആകുന്നു ഈ ഗ്രന്ഥം അവതരിപ്പിച്ചത്, നാം തന്നെ ഇതിനെ കാത്തു സൂക്ഷിക്കുകയും ചെയ്യും. കഴിഞ്ഞ 14 നൂറ്റാണ്ടുകളായി യാതൊരു വിധത്തിലുള്ള വ്യത്യാസങ്ങൾക്കും വിധേയമാക്കപ്പെടാതെ, മാനുഷികമായ കരവിരുതുകളിലേക്ക് വിധേയമാക്കപ്പെടാതെ നിലനിൽക്കുന്ന ഗ്രന്ഥമാണ് പരിശുദ്ധ ഖുർആൻ. ആ പരിശുദ്ധ ഖുർആനിന്റെ പ്രായോഗിക ജീവിത മാതൃകയാണ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതം. ധർമ്മമെന്താണ് അധർമ്മമെന്താണ് എന്നുള്ള വിഷയത്തിൽ ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം അയാളുടെ പ്രമാണങ്ങൾ പരിശുദ്ധ ഖുർആനും തിരുസുന്നത്തുമാണ്. കാരണം എന്താ? പടച്ച തമ്പുരാനിൽ നിന്നുള്ളതാണ് എന്ന് കൃത്യമായി അറിയാവുന്ന, യാതൊരു വിധത്തിലുള്ള സംശയങ്ങൾക്കും ഇട നൽകാത്ത ഗ്രന്ഥമാണ് പരിശുദ്ധ ഖുർആൻ. അതേപോലെ തന്നെ അന്തിമ പ്രവാചകന്റെ ജീവിതം കരവിരുതുകളിൽ നിന്ന് മുക്തമാക്കപ്പെട്ട രീതിയിൽ സംരക്ഷിക്കപ്പെടുകയും ചെയ്തിട്ടുണ്ട്. ഈ 2 പ്രമാണങ്ങളാണ് ഇസ്ലാമിന്റെ അടിസ്ഥാന പ്രമാണങ്ങൾ. ഈ പ്രമാണങ്ങളെ നമുക്ക് പരിശോധനയ്ക്ക് വിധേയമാക്കപ്പെടാം. ഈ പ്രമാണങ്ങളിൽ പറയുന്ന കാര്യങ്ങൾ നമ്മുടെ ചിന്തക്കതീതമായ കാര്യങ്ങളാണ്. ചിന്തക്കതീതം എന്ന് പറഞ്ഞാൽ എന്താ? ദൈവം, സ്രഷ്ടാവ് ഉണ്ട് എന്ന് നമുക്ക് ഈ പ്രപഞ്ചത്തെക്കുറിച്ച് പഠിച്ചാൽ മനസ്സിലാകും. പക്ഷേ സ്രഷ്ടാവിന്റെ അസ്തിത്വം എങ്ങനെ, അവൻ എങ്ങനെയുള്ളവരാണ്, അവനെ എങ്ങനെ ആരാധിക്കണം തുടങ്ങിയ കാര്യങ്ങൾ നമ്മുടെ ബുദ്ധിക്ക്, ചിന്തക്ക് മാത്രം തെരഞ്ഞെടുത്ത് കണ്ടുപിടിക്കാൻ സാധ്യമല്ല. ധർമാധർമ്മങ്ങൾ അനുസരിച്ച് ജീവിക്കണമെന്ന് ചിന്ത ഉപയോഗിക്കാം. പക്ഷേ ധർമാധർമ്മങ്ങൾ എന്തൊക്കെയാണ്, ശരി എന്താണ്, തെറ്റെന്താണ് എന്ന എല്ലാ വിഷയത്തിലും വ്യക്തമായി വ്യവച്ഛേദിക്കുവാൻ നമ്മുടെ ചിന്ത മാത്രം ഉപയോഗിച്ചാൽ സാധ്യമല്ല. ഇതേപോലെ തന്നെ മനുഷ്യ ജീവിതത്തിന്റെ ആത്യന്തിക ലക്ഷ്യത്തെക്കുറിച്ച്, ആ ലക്ഷ്യം മനുഷ്യ ജീവിതത്തിലെ കർമ്മങ്ങൾക്ക് പ്രതിഫലം നൽകപ്പെടുന്ന ഒരു വേദി ആവശ്യമാണ് എന്ന ചിന്ത ഉപയോഗിച്ച് നമുക്ക് കണ്ടെത്താം. പക്ഷേ ആ വേദി എങ്ങനെയുള്ളതാണ് എന്ന് കൃത്യമായി അറിയാൻ മനുഷ്യ ചിന്ത കൊണ്ട് സാധ്യമല്ല. ചിന്തക്കതീതമായ കാര്യങ്ങളെക്കുറിച്ച്, മനുഷ്യ ബുദ്ധിക്കതീതമായ കാര്യങ്ങളെക്കുറിച്ച് മനുഷ്യർക്ക് അറിവ് നൽകുന്ന ദൈവികമായ പ്രമാണങ്ങളാണ്. ആ പ്രമാണങ്ങൾ മനുഷ്യരുടെ കരവിരുതുകളിൽ നിന്ന് മുക്തമായ പ്രമാണങ്ങളാണ് പരിശുദ്ധ ഖുർആനും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തും. ഇവയാണ് മനുഷ്യർക്ക് മാർഗദർശനം നൽകുന്നത്. ഇതാണ് ഇസ്ലാമിന്റെ അടിസ്ഥാന പ്രമാണങ്ങൾ. ഇന്ന് എല്ലാ പ്രവാചകന്മാരും പഠിപ്പിച്ചത് ഇസ്ലാം തന്നെയാണ് എന്താണ് പരിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്നത്. പക്ഷേ ദൈവത്തിൽ നിന്ന് അവതരിപ്പിക്കപ്പെട്ട പ്രവാചകന്മാരുടെ ജീവിതവും അവരിലൂടെ അവതരിപ്പിക്കപ്പെട്ട വേദഗ്രന്ഥങ്ങളിലെ ആശയങ്ങളും കരവിരുതുകൾക്ക് വിധേയമാക്കപ്പെട്ടു. അതുകൊണ്ട് തന്നെ കരവിരുതുകളിൽ നിന്ന് മുക്തമായ രീതിയിൽ പടച്ച തമ്പുരാൻ തന്നെ സംരക്ഷണം ഏറ്റെടുത്തൊരു വേദഗ്രന്ഥം, അത് ആ വേദഗ്രന്ഥത്തിന്റെ പ്രായോഗിക ജീവിത മാതൃകയായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിത മാതൃക. ഇതാണ് നമ്മുടെ മുന്നിലുള്ളത്. ഇസ്ലാമിന്റെ അടിസ്ഥാന പ്രമാണങ്ങൾ ഇവയാണ്. ഇനി ഇസ്ലാമിന് മുന്നോട്ട് വെക്കുവാനുള്ള 3 ആശയങ്ങൾ, അടിസ്ഥാനപരമായ 3 ആശയങ്ങൾ ഇവിടെ പറഞ്ഞു. എന്താണ്? ദൈവം,
വേദം പരലോകം, ദൈവം തമ്പുരാൻ, സൃഷ്ടികർത്താവായ പടച്ച തമ്പുരാൻ, അവനെക്കുറിച്ച് പരിശുദ്ധ ഖുർആനിൽ ആവർത്തിച്ച് പ്രഖ്യാപിക്കുന്നുണ്ട്. ഈ സൃഷ്ടികർത്താവായിക്കൊണ്ട് തന്നെയാണ്. സൃഷ്ടികളും സൃഷ്ടാവും രണ്ടും രണ്ട് അസ്തിത്വമായിക്കൊണ്ടാണ് പരിശുദ്ധ ഖുർആൻ പരിചയപ്പെടുത്തുന്നത്. ഈ പ്രപഞ്ചത്തെ സൃഷ്ടിച്ച പടച്ച തമ്പുരാൻ അവനെ സംക്ഷിപ്തമായി പരിശുദ്ധ ഖുർആനിലെ 112-ാം അധ്യായം സൂറത്തുൽ ഇഖ്ലാസിൽ 4 വചനങ്ങളിൽ പരിശുദ്ധ ഖുർആൻ പരിചയപ്പെടുത്തുന്നു. ഖുൽ ഹുവല്ലാഹു അഹദ് അല്ലാഹു സമദ് ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ്. സൃഷ്ടികർത്താവായ അല്ലാഹു അവൻ ഏകനാണ്, അദ്വിതീയനാണ്. അഹദാണ് അവൻ ഏകനാണ്, എല്ലാ അർത്ഥത്തിലും അദ്വിതീയനാണ് അവൻ ആരുടെയും ആശ്രയം ആവശ്യമില്ല, എല്ലാം അവനെ ആശ്രയിച്ച് നിലകൊള്ളുകയും ചെയ്യുന്നു. അവൻ ജനിച്ചിട്ടില്ല, അവൻ ആരെയും ജനിപ്പിച്ചിട്ടുമില്ല. അവന് തത്തുല്യമായി ഈ പ്രപഞ്ചത്തിൽ യാതൊന്നുമില്ല, ഒന്നുമായും അവനെ സാദൃശ്യപ്പെടുത്താൻ സാധ്യമല്ല. ഇങ്ങനെയുള്ള സൃഷ്ടാവ്, ഈ സൃഷ്ടാവിനെ മാത്രമേ ആരാധിക്കുവാൻ പാടുള്ളൂ എന്നുള്ളതാണ് ഇസ്ലാമിക ദൈവസങ്കല്പത്തിന്റെ അടിത്തറ. പ്രവാചകന്മാർ മുഴുവനും പഠിപ്പിച്ച അടിസ്ഥാന ആശയം മനുഷ്യരും ദൈവവും തമ്മിലുള്ള ബന്ധം അവന്റെ ആരാധനകളിൽ, പ്രാർത്ഥനകളിലാണുള്ളത്. അവന് സാധ്യമല്ലാത്ത കാര്യങ്ങൾ, അവന് കഴിയാത്ത കാര്യങ്ങൾ ഈ പ്രകൃതിയാഗീതീത ശക്തികളോട് അല്ലെങ്കിൽ പ്രകൃതി ശക്തികളോട് പ്രാർത്ഥിക്കുകയല്ല. അത് പ്രാർത്ഥിക്കുക വഴി മനുഷ്യനാകുന്ന ഉത്കൃഷ്ട സൃഷ്ടി ബാക്കി എല്ലാ സൃഷ്ടികളെക്കാളും ഉത്കൃഷ്ടമായ കഴിവുകൾ നൽകിക്കൊണ്ട് ഭൂമിയിലേക്ക് പറഞ്ഞയക്കപ്പെട്ട മനുഷ്യൻ അധമരിൽ അധമരായി തീർന്നു. കാരണം എന്താണ്? സൃഷ്ടി പൂജയല്ല. സൃഷ്ടാവായ തമ്പുരാൻ അവൻ എന്ത് പേര് പറയുന്നു എന്നല്ല, അള്ളാഹു എന്ന പദം പറയുന്നോ ഇല്ലേ എന്നുള്ളതല്ല. സൃഷ്ടാവായ തമ്പുരാൻ അവനെ മാത്രമാണ് ആരാധിക്കേണ്ടത് എന്നുള്ളതാണ് ഇസ്ലാമിന്റെ അടിസ്ഥാന തത്വം. ഖുർആൻ അതിസുന്ദരമായ കാര്യം ഖുർആനിലെ 2-ാം അധ്യായം സൂറത്തുൽ ബഖറയിലെ 21-22 വചനങ്ങളിൽ പറഞ്ഞു വെച്ചു. യാ അയ്യുഹന്നാസ് അബ്ദു റബ്ബക്കുമുല്ലദീ ഖലഖകും വല്ലദീന മിൻ ഖബ്ലികും ലഅല്ലകും തത്തഖൂൻ അല്ലദീ ജഅല ലക്കുമുൽ അർള ഫിറാശൻ വസ്സമാഅ ബിനാഅൻ വഅൻസല മിനസ് സമാഇ മാഅൻ ഫഅഖ്റജ ബിഹി മിനസ് തമറാത്തി റിസ്ഖൻ ലക്കും ഫലാ തജഅലൂ ലില്ലാഹി അൻദാദൻ വഅൻതും തഅലമൂൻ. മനുഷ്യരെ, നിങ്ങൾ ആരാധിക്കേണ്ടത് മുസ്ലിങ്ങളുടെ, ഹിന്ദുക്കളുടെ, ബൗദ്ധന്മാരുടെ, ജൈനന്മാരുടെ ദൈവത്തെയല്ല, മറിച്ച് മനുഷ്യരെ നിങ്ങൾ ആരാധിക്കുക നിങ്ങളെ ആരാണോ സൃഷ്ടിച്ചത്, നിങ്ങളുടെ മുൻഗാമികളെ ആരാണോ സൃഷ്ടിച്ചത്, ആ തമ്പുരാനെ മാത്രമാണ് നിങ്ങൾ ആരാധിക്കേണ്ടത്. എങ്കിലേ നിങ്ങൾ ദൈവിക മാർഗദർശനം അനുസരിച്ച് ജീവിക്കുന്ന മുത്തഖികളായി തീരുകയുള്ളൂ. അവനാരാണ്? അവനാണ് നിങ്ങൾക്ക് വേണ്ടി ഭൂമിയെ മെത്തയാക്കി തന്നവൻ. അവനാണ് നിങ്ങൾക്ക് വേണ്ടി ഉപരിലോകത്തെ മേൽക്കുരയാക്കി തന്നവൻ. അവനാണ് ഉപരിലോകത്തിൽ നിന്ന് നിങ്ങൾക്ക് ആവശ്യമായ ജലഗണങ്ങളെ മഴയായി ഇറക്കി തന്നവൻ. അതുപയോഗിച്ചുകൊണ്ട് ഭൂമിയിൽ നിങ്ങൾക്ക് ആവശ്യമായ ഫലമൂലാദികളെയും മറ്റും സൃഷ്ടിച്ചു തന്നതും അവനാണ്. അതുകൊണ്ട് നിങ്ങൾ ആരാധിക്കേണ്ടത് അവന് തുല്യരായി മറ്റാരെയും ആരാധിക്കല്ലേ. നിങ്ങൾ അവന് തത്തുല്യരായി മറ്റാരെയും വെക്കല്ലേ. നിങ്ങൾ ആരാധിക്കേണ്ടത് അവനെ മാത്രമാണ്. ഇവിടെ ഇസ്ലാം അടിസ്ഥാനപരമായി പറയുന്ന ആശയമാണത്. ആരെയും നമുക്ക് ബഹുമാനിക്കാം, ആദരിക്കാം, പക്ഷെ ആരാധന സൃഷ്ടികർത്താവായ തമ്പുരാനെ മാത്രം. മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ ആദരിക്കുന്നവൻ മുസ്ലിമാണ്. അതേസമയം മുഹമ്മദ് നബിയെ ആരാധിക്കുന്നവൻ ഇസ്ലാമിന് പുറത്താണ്. യേശുക്രിസ്തുവിനെ ആദരിക്കുന്നവൻ മുസ്ലിമാണ്. യേശുക്രിസ്തുവിനെ ആരാധിക്കുന്നവൻ ഇസ്ലാമിന് പുറത്താണ്. ശ്രീരാമനെ ആദരിക്കുന്നവൻ മുസ്ലിമാണ്. അതേസമയം ശ്രീരാമനെ ആരാധിക്കുന്നവൻ ഇസ്ലാമിന് പുറത്താണ്. സൃഷ്ടികൾ അത് എത്ര വലിയവരായിരുന്നാലും എത്ര ഉന്നതരായിരുന്നാലും അവരെ ആരാധിക്കുവാൻ പാടില്ല. മറിച്ച് ആദരിക്കാം, അവരെ ബഹുമാനിക്കാം, പക്ഷേ ആരാധിക്കുവാൻ പാടില്ല. അത് വർഗീയതയല്ല. ഇത് അള്ളാഹു എന്ന പദത്തിനോടുള്ള ആ അഭികാമ്യമല്ല, മറിച്ച് സൃഷ്ടികർത്താവ്, നമ്മളെ സൃഷ്ടിച്ച് പരിപാലിക്കുന്ന തമ്പുരാന്റെ മുന്നിൽ മാത്രമേ നമ്മുടെ ശിരസ് താഴാൻ പാടുള്ളൂ എന്നാണ് ഇസ്ലാമിന്റെ അടിസ്ഥാന തത്വം. രണ്ടാമതായി, മനുഷ്യകർമ്മങ്ങൾക്ക് കൃത്യമായ പ്രതിഫലം നൽകപ്പെടുന്ന ഒരു വേദിയുണ്ട് എന്നാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത്. ഖുർആൻ മരണാനന്തര ജീവിതത്തെക്കുറിച്ച് ആവർത്തിച്ച് പ്രഖ്യാപിക്കുന്നുണ്ട്. ഖുർആന്റെ 1/3 ഭാഗം മരണാനന്തര ജീവിതത്തെക്കുറിച്ചാണ്. ഈ മരണാനന്തര ജീവിതത്തെക്കുറിച്ചുള്ള പരിശുദ്ധ ഖുർആനിലെ സൂക്തങ്ങൾ മുഴുവനും സംക്ഷിപ്തമായി വേണമെങ്കിൽ ഖുർആനിലെ 3-ാം അധ്യായം സൂറത്ത് ആൽ ഇംറാനിലെ 155-ാമത്തെ സൂക്തത്തിൽ പറയുന്നു. കുല്ലു നഫ്സിൻ ദായിഖത്തുൽ മൗത്ത് ഫഇന്നമാ തുവഫൗന ഉജൂറക്കും യൗമൽ ഖിയാമ വമൻ സൂസിയ അനിന്നാർ ഫൗദ്ഖിലൽ ജന്ന ഫഖദ് ഫാസ് വമൽ ഹയാത്തുദ് ദുനിയ ഇല്ലാ മതാഉൽ ഖുറൂർ. ഖുർആൻ പറയുകയാണ്, എല്ലാവരും മരണപ്പെടും. അതൊരു സത്യമാണ്, അതൊരു യാഥാർത്ഥ്യമാണ്. മരണത്തെ അതിജീവിക്കുവാൻ സാധിക്കുമെന്ന് കരുതിക്കൊണ്ടുള്ള മനുഷ്യന്റെ പരിശ്രമങ്ങൾ മുഴുവനും വൃഥാവിലാണ്. മനുഷ്യകർമ്മങ്ങൾക്ക് പൂർണ്ണമായ പ്രതിഫലം നൽകാൻ മരണാനന്തര ജീവിതത്തിൽ മാത്രമേ കഴിയൂ. ഇവിടെ ആർക്ക് ഏത് കോടതിക്കും മനുഷ്യരുടെ കർമ്മങ്ങൾക്കുള്ള പ്രതിഫലം നൽകാൻ സാധ്യമല്ല. നന്മക്കും തിന്മക്കും കൃത്യമായ പ്രതിഫലം നൽകാൻ സാധ്യമല്ലെങ്കിൽ എന്തിന് നന്മ ചെയ്യണം, എന്തുകൊണ്ട് തിന്മ ചെയ്തുകൂടാ എന്ന ചോദ്യമുണ്ട്.
എന്തേ ധർമ്മിഷ്ഠരായ ആളുകളോട് നമുക്ക് പറയാം. പക്ഷേ തോന്നിവാസിയായി ജീവിക്കുന്ന ഒരു മനുഷ്യൻ, അയാൾ കാണുന്നത് ഇവിടെ കള്ളക്കടത്ത് നടത്തി, കൊള്ള നടത്തി, വ്യഭിചരിച്ച് ജീവിക്കുന്നവനാണ്. ഇവിടെ എല്ലാ സ്ഥാനമാനങ്ങളും ഒരു പ്രയാസമുള്ള അയാൾക്ക്. അങ്ങനെ നടത്തുന്ന ചൂഷകനായ മനുഷ്യൻ, അയാൾ ജനിക്കുന്നത് വായിൽ വെള്ളിക്കരണ്ടിയുമായിട്ടാണെങ്കിൽ മരണപ്പെടുന്നത് വായിൽ സ്വർണ്ണക്കരണ്ടി വെച്ചുകൊണ്ടാണ്. അയാളുടെ കർമ്മങ്ങൾക്ക് പ്രതിഫലം ലഭിക്കേണ്ടേ? ഒരാളെ കൊന്നാൽ നമുക്ക് വേണമെങ്കിൽ പരമാവധി അയാളെ തിരിച്ചു കൊല്ലാൻ സാധിക്കുമായിരിക്കും ലോകത്തെ കോടതികൾക്ക്. പക്ഷേ 10,000-കണക്കിന് മനുഷ്യരുടെ ശവമഞ്ചങ്ങൾക്ക് മുകളിൽ സ്വന്തം അധികാര കസേരകളിട്ട് അതിൽ കിടന്ന് ായി ജീവിച്ച അവസാനം ജീവിതം വെടിഞ്ഞ ഏകഛത്രാധിപതികൾ, അവർക്ക് മോക്ഷത്തിന്റെ മാത്രം സിദ്ധാന്തങ്ങൾ ഓതിയിട്ട് കാര്യമുണ്ടോ? അവരെ കർമ്മങ്ങളിൽ നിന്ന് പിന്തിരിപ്പിക്കണമെങ്കിൽ, ഈ കർമ്മങ്ങൾ ചെയ്യരുത് എന്നവരോട് പറയണമെങ്കിൽ എന്തുകൊണ്ട് ചെയ്തുകൂടാ എന്ന ചോദ്യത്തിന് ഉത്തരം ലഭിക്കണം. അതേ, ഈ കർമ്മങ്ങൾക്ക് മുഴുവനും പ്രതിഫലം നൽകപ്പെടുന്ന ഒരു മരണാനന്തര ജീവിതമുണ്ട്. അവിടെ പടച്ചതമ്പുരാനാണ് നിങ്ങളുടെ അധികാരങ്ങളല്ല, അധികാരാവകാശങ്ങളല്ല, പടച്ചതമ്പുരാനാണ് ആ മരണാനന്തര ജീവിതത്തിന്റെ അധിപൻ. അതുകൊണ്ട് തന്നെ അവിടെ വെച്ച് ആരാണോ നന്മ ചെയ്തുകൊണ്ട് നന്മ കൊണ്ട് ജീവിതത്തെ വിമലീകരിച്ച് സ്വർഗപ്രവേശത്തിന് അർഹരാകുന്നത്, ആരാണോ അവർക്കാണ് സ്വർഗലോകം ലഭിക്കുന്നത്, അവരാണ് വിജയി. അതോടൊപ്പം തന്നെ തിന്മകൾ കൊണ്ട് ജീവിതത്തെ വികലമാക്കിയ ആളുകൾക്ക് നൽകപ്പെടാനുള്ള നരകലോകത്തിൽ നിന്ന് രക്ഷപ്പെടുകയും വേണം. ഇതാണ് പരിശുദ്ധ ഖുർആൻ മരണാനന്തര ജീവിതത്തെക്കുറിച്ച് പറയുന്നത്. കർമ്മങ്ങൾക്ക് പൂർണ്ണമായ, കൃത്യമായ, വ്യക്തമായ പ്രതിഫലം നൽകപ്പെടുന്ന വേദി. സ്വന്തം ഹൃദയത്തിനുള്ളത് പോലും കൃത്യമായി അറിയാവുന്ന പടച്ചതമ്പുരാനാണ് ആ വേദിയുടെ അധിപൻ എന്നുള്ളത് കൊണ്ട് തന്നെ ആരുടെ മുന്നിലും നാം ന്യായം പറഞ്ഞുകൊണ്ട് രക്ഷപ്പെടുന്ന നമുക്ക് അവിടെ ന്യായം പറഞ്ഞുകൊണ്ട് രക്ഷപ്പെടുവാൻ സാധ്യമല്ല. അത്തരത്തിലുള്ളൊരു വേദി, കൃത്യമായ പ്രതിഫലം നൽകപ്പെടുന്ന വേദി. ആ വേദിയിൽ വെച്ച് പ്രതിഫലം നൽകപ്പെടുകയാണ്. മരണാനന്തര ജീവിതത്തിൽ സ്വർഗപ്രവേശത്തിന് അർഹരാവുകയാണ്, നരകത്തിൽ നിന്ന് രക്ഷപ്പെടുകയാണ്. മനുഷ്യ ജീവിതത്തിന്റെ ആത്യന്തികമായ ലക്ഷ്യമതാണ് പരിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്നത്. മനുഷ്യ ജീവിതത്തിന്റെ ആത്യന്തിക ലക്ഷ്യമതാണ്. ആ ലക്ഷ്യം സ്വർഗപ്രവേശത്തിന് അർഹരാവുക. അതിനെന്ത് മാർഗം? അത് മാർഗം പഠിപ്പിക്കാനാണ് പ്രവാചകന്മാർ കടന്നു വന്നത്. ഞാൻ പറഞ്ഞു, പ്രവാചകന്മാരെല്ലാം സ്വർഗലോകത്തെയും നരകലോകത്തെയും കുറിച്ചാണ് പഠിപ്പിച്ചത്. ദൈവിക മാർഗദർശനം അനുസരിച്ചുകൊണ്ട് ജീവിച്ചാൽ മനുഷ്യർക്ക് ദൈവിക അനുഗ്രഹങ്ങളുടെ ലോകമായ സ്വർഗലോകത്തും ദൈവികമായ മാർഗദർശനങ്ങളെ അനുസരിക്കാതെ ജീവിച്ചാൽ അവർക്ക് ദൈവകോപത്തിന്റെ ഭവനമായ നരകലോകത്തിലും പ്രവേശനം ലഭിക്കുമെന്നാണ് പ്രവാചകന്മാർ മുഴുവനും പറഞ്ഞത്. വേദഗ്രന്ഥങ്ങളിൽ മുഴുവനും ഇതിനുള്ള വാക്യങ്ങൾ ചിതറിക്കിടക്കുകയാണ്. അത് നമുക്ക് പിന്നീട് ചർച്ച ചെയ്യാം. പക്ഷേ ഇതിന് മരണാനന്തര ജീവിതത്തിൽ സ്വർഗപ്രവേശത്തിന് അർഹരാകണമെങ്കിൽ എന്ത് ചെയ്യണം? കർമ്മങ്ങൾ എന്താണ്? ആ കർമ്മങ്ങൾ പഠിപ്പിക്കാനാണ് പ്രവാചകന്മാർ കടന്നുവന്നത്, വേദഗ്രന്ഥങ്ങൾ അവതരിപ്പിച്ചത്. പക്ഷേ ഞാനിവിടെ പറഞ്ഞു, കർമ്മങ്ങൾ പഠിപ്പിക്കാൻ വേണ്ടി വന്ന പ്രവാചകന്മാരെ തന്നെ, ദൈവദൂതന്മാരെ തന്നെ, ആചാര്യന്മാരെ തന്നെ ധർമ്മവിരോധികളായി നമ്മൾ അവതരിപ്പിച്ചു. പല വേദഗ്രന്ഥങ്ങളിലും ആചാര്യന്മാർ, പ്രവാചകന്മാരെല്ലാം പ്രത്യക്ഷപ്പെടുന്നത് അധർമ്മകാരികളും അക്രമകാരികളുമെല്ലാമായി മാറുന്നത് അതുകൊണ്ടാണ്. മനുഷ്യരുടെ കരവിരുതുകൾക്ക് വിധേയമാക്കപ്പെട്ടു. വേദഗ്രന്ഥങ്ങൾ, ദൈവം തമ്പുരാനെ കുറിച്ച് പഠിപ്പിച്ച വേദഗ്രന്ഥങ്ങൾ, പടച്ച തമ്പുരാന്റെ ഔന്നത്യത്തെക്കുറിച്ച് പഠിപ്പിക്കുവാൻ വേണ്ടി കടന്നു വന്ന വേദഗ്രന്ഥങ്ങൾ ആ ദൈവം തമ്പുരാനെ തന്നെ ഇടിച്ചു താഴ്ത്തുന്ന രീതിയിലുള്ള പരാമർശങ്ങൾ ഉണ്ടാകുന്ന അവസ്ഥാവിശേഷമുണ്ടായി. ബൈബിൾ പഴയ നിയമത്തിൽ നമ്മൾ ദൈവവും ഇസ്രായേൽ പിതാവായ യാക്കോബും തമ്മിൽ ഗുസ്തി പിടിക്കുന്നതും ആ ഗുസ്തിയിൽ യാക്കോബ് വിജയിക്കുന്നതുമായുള്ള പരാമർശങ്ങൾ കാണേണ്ട അവസ്ഥാവിശേഷമുണ്ടായി. എന്തേ കാരണം? ഇസ്രായേലിയരുടെ കരവിരുതുകളുണ്ടായി. ഇതേപോലെ തന്നെ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നമുക്കറിയാം, ഭാരതത്തിലുണ്ടായിരുന്ന സവർണാധിപത്യത്തിന്റെ കരവിരുതുകൾ ഉണ്ടായപ്പോ ഭാരതീയ വേദങ്ങളിൽ കലർപ്പുകളുണ്ടായി എന്ന് പണ്ഡിതന്മാർ തന്നെ സൂചിപ്പിക്കുകയാണ്. ഇങ്ങനെ കലർപ്പില്ലാത്ത, മനുഷ്യരുടെ കരവിരുതില്ലാത്ത വേദഗ്രന്ഥത്തിന് മാത്രമേ മനുഷ്യരെ സ്വർഗത്തിന്റെ പാതയിലൂടെ നയിക്കാൻ സാധിക്കുകയുള്ളൂ. ആ കലർപ്പില്ലാത്ത വേദം എവിടെ എന്നൊരു ചോദ്യമാണ്. ആ ചോദ്യത്തിനാണ് പരിശുദ്ധ ഖുർആൻ നൽകുന്ന ഉത്തരം ഇതാ എന്ന്. ഖുർആൻ സ്വയം അവകാശപ്പെടുന്നു, വഇന്നഹു ലതൻസീലു റബ്ബിൽ ആലമീൻ. ഈ ഗ്രന്ഥമുണ്ടല്ലോ, അത് ദൈവം തമ്പുരാനിൽ നിന്ന്, പടച്ച തമ്പുരാനിൽ നിന്ന് അവതരിപ്പിക്കപ്പെട്ടതാണ്. ഖുർആൻ 26-ാം അധ്യായം സൂറത്തുൽ ഫാത്തിറിലെ 192-ാമത്തെ വചനം, സൂറത്തു ശൂറായിലെ 192-ാമത്തെ വചനം. ഇങ്ങനെ പരിശുദ്ധ ഖുർആൻ ആവർത്തിച്ച് വീണ്ടും വീണ്ടും പറയുന്ന കാര്യമാണ്. അലിഫ് ലാം മീം തൻസീലുൽ കിതാബ് ലാ റൈബ ഫീഹി മിൻ റബ്ബിൽ ആലമീൻ യാസീൻ വൽ ഖുർആനിൽ ഹകീം ഇന്നക ലമിനൽ മുർസലീൻ അലാ സിറാത്തിൽ മുസ്തഖീം തൻസീലുൽ അസീസിർ റഹീം. പരിശുദ്ധ ഖുർആൻ ആവർത്തിച്ച് പറയാ, ഇത് സൃഷ്ടാവായ തമ്പുരാനിൽ നിന്നുള്ളതാകുന്നു, നിങ്ങൾക്ക് മാർഗദർശനം നൽകാൻ വേണ്ടി.
എന്നിട്ട് പരിശുദ്ധ ഖുർആൻ സ്വയം അവകാശപ്പെടുന്നു. ഖുർആനിലെ 17-ാം അധ്യായം സൂറത്തുൽ ഇസ്രായിൽ 9-ാമത്തെ വചനത്തിലൂടെ ഇന്ന ഹാദൽ ഖുർആന യഹ്ദി ലില്ലതി ഹിയ അഖ്വം, ഈ ഖുർആൻ മനുഷ്യരെ ഏറ്റവും ചൊവ്വായ മാർഗത്തിലൂടെ വഴി നടത്തുന്നു. ഖുർആൻ അവകാശപ്പെടുന്നു ദാലിക്കൽ കിതാബ് ലാ റൈബ ഫീഹി ഹുദൽ ലിൽ മുത്തഖീൻ. ഖുർആനിലെ 2-ാം അധ്യായം സൂറത്തുൽ ബഖറയിലെ 2-ാമത്തെ വചനം. ഇതാകുന്നു ഗ്രന്ഥം, ദൈവിക ഗ്രന്ഥമാണിത്, സംശയമൊന്നും വേണ്ട. ഇത് സന്മാർഗ അന്വേഷികൾക്ക് ദൈവിക മാർഗദർശനം അനുസരിച്ച് ജീവിച്ച് വിമലീകരിക്കപ്പെട്ട ജീവിതം മുന്നോട്ട് നയിച്ച് സ്വർഗത്തിൽ പ്രവേശനം ലഭിക്കണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് ഇതാ മാർഗദർശക ഗ്രന്ഥമാണിത്. ഇതിനെ നമുക്ക് പരിശോധിക്കാം. അതേപോലെ തന്നെ അന്തിമ പ്രവാചകൻ, ആ അന്തിമ പ്രവാചകനെ കുറിച്ച് പരിശുദ്ധ ഖുർആൻ തന്നെ ദൈവം തമ്പുരാൻ തന്നെ പറഞ്ഞു, ലഖദ് കാന ലക്കും ഫീ റസൂലുള്ളാഹി ഉസ്വത്തുൻ ഹസന. ഖുർആനിലെ 33-ാം അധ്യായം സൂറത്ത് അഹ്സാബിലെ 21-ാമത്തെ വചനം. തീർച്ചയായും ഈ പ്രവാചകനിൽ നിങ്ങൾക്ക് ഉത്തമമായ മാതൃകയുണ്ട്. ഉത്തമ മാതൃകയുമായി പ്രവാചകൻ, ആ പ്രവാചകനിലൂടെ അവതരിപ്പിക്കപ്പെട്ട മാനുഷിക കരവിരുതുകളില്ലാത്ത വേദഗ്രന്ഥം. ഇതാണ് ഇസ്ലാമിന്റെ പ്രമാണങ്ങൾ. ഇത് അനുസരിച്ച് ജീവിച്ചാൽ മനുഷ്യർക്ക് ആത്യന്തികമായ മോക്ഷമുണ്ടാകുമെന്ന് പരിശുദ്ധ ഖുർആൻ ആവർത്തിച്ച് പറയുന്നു. പരിശോധിക്കുക നാം, പഠിക്കുക നാം. ശാസ്ത്രത്തിന്റെ, സാഹിത്യത്തിന്റെ, ധർമ്മശാസ്ത്രത്തിന്റെ, പ്രവചനങ്ങളുടെ എന്നുവേണ്ട ആധുനികമോ പൗരാണികമോ ആയ സകലമാന പ്രമാണങ്ങളെയും മാനദണ്ഡങ്ങളെയും ഉപയോഗിച്ചുകൊണ്ട് നാം പരിശോധനയ്ക്ക് വിധേയമാക്കുക. പരിശുദ്ധ ഖുർആൻ ദൈവികമാണോ? അന്തിമ പ്രവാചകൻ ദൈവം തമ്പുരാന്റെ പ്രവാചകനാണോ? ആ പ്രവാചകരിൽ നിന്ന് അവതരിപ്പിക്കപ്പെട്ടതായി നമുക്ക് ലഭിച്ചിട്ടുള്ള വചനങ്ങൾ ആ പ്രവാചകരിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യപ്പെട്ട വചനങ്ങൾ തന്നെയാണോ? ഇതെല്ലാം നമുക്ക് പരിശോധനയ്ക്ക് വിധേയമാക്കാം. എല്ലാം പരിശോധനയ്ക്ക് വിധേയമാക്കാം, ഏത് മാനദണ്ഡങ്ങൾ ഉപയോഗിച്ചുകൊണ്ടും, ആധുനികമോ പൗരാണികമോ ആയ ഏത് മാനദണ്ഡം ഉപയോഗിച്ചുകൊണ്ടും. എന്നിട്ട് നമുക്ക് ബോധ്യപ്പെട്ട് കഴിഞ്ഞാൽ അത് പിൻപറ്റുകയാണ് മോക്ഷത്തിന്റെ മാർഗം എന്നുള്ളതാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത്. ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം കർമ്മങ്ങളുടെ കാര്യത്തിൽ ഇസ്ലാമിന്റെ അടിസ്ഥാനപരമായ ഒരു തത്വമാണ് ദൈവമൊന്ന്, മനുഷ്യരൊന്ന് എന്നുള്ള തത്വം. ഒരേ ഒരു ദൈവം, ഒരൊറ്റ ജനത എന്നുള്ള തത്വം. പരിശുദ്ധ ഖുർആൻ കൃത്യമായി മനുഷ്യ കർമ്മങ്ങൾ ആണ് അവരുടെ ഔന്നത്യത്തിന് നിദാനമെന്ന് പറഞ്ഞു. ജന്മമല്ല, കർമ്മമാണ് ഔന്നത്യത്തിന് നിദാനം. സാഹോദര്യം, മനുഷ്യ സാഹോദര്യത്തിന് ദർശനമാണ് ഇസ്ലാം. ഖുർആൻ പറഞ്ഞു, യാ അയ്യുഹന്നാസ് ഇന്നാ ഖലഖനാകും മിൻ ദക്കരിൻ വ ഉൻസാ വജഅൽനാകും ശുഊബൻ വഖബായില ലിതആറഫു ഇന്ന അക്രമകും ഇൻദല്ലാഹി അത്ഖാകും. ഖുർആനിലെ 49-ാം അധ്യായം സൂറത്തുൽ ഹുജറാത്തിലെ 13-ാമത്തെ വചനം. മനുഷ്യരെ, നിങ്ങളെല്ലാം ഒരേ മാതാപിതാക്കളുടെ മക്കളാണ്. നിങ്ങളുടെ തറവാടുകളും ഗോത്രങ്ങളും ജാതികളുമെല്ലാം നിങ്ങൾ പരസ്പരം തിരിച്ചറിയപ്പെടുന്നതിന് വേണ്ടിയാണ്. നിങ്ങളിൽ ആരും ഉന്നതനല്ല, ആരും മതമനല്ല. പക്ഷേ ഇന്ന അക്രമകും ഇൻദല്ലാഹി അത്ഖാകും. അള്ളാഹുവിൽ ദൈവം തമ്പുരാൻ അവനിൽ ഉന്നതനായവരാണ്. അവന്റെ മാർഗദർശനം അനുസരിച്ചുകൊണ്ട് ജീവിക്കുന്നവരാണ് നിങ്ങളിൽ ഉത്തമന്മാർ. കർമ്മമാണ്, ജന്മമല്ല മനുഷ്യരിൽ ഔന്നത്യം പ്രഖ്യാപിക്കുന്നത് എന്നാണ് പരിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്നത്. മനുഷ്യൻ കർമ്മത്തിന്റെ അടിസ്ഥാനത്തിൽ, വിശ്വാസത്തിൽ അധിഷ്ഠിതമായ കർമ്മത്തിന്റെ അടിസ്ഥാനത്തിൽ, മതത്തിന്റെ കാര്യത്തിൽ യാതൊരു വിധത്തിലുള്ള നിർബന്ധവും പാടില്ല എന്ന് വളരെ വ്യക്തമായി പരിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുകയാണ്. ലാ ഇക്റാഹ ഫിദ്ദീൻ ഖദ് തബയ്യന റുശ്ദ മിനൽ ഗയ്യ്. ഖുർആനിലെ 2-ാം അധ്യായം സൂറത്തുൽ ബഖറയിലെ 256-ാമത്തെ വചനം. മതത്തിന്റെ കാര്യത്തിൽ യാതൊരു നിർബന്ധവുമില്ല. സത്യാസത്യങ്ങൾ വ്യവച്ഛേദിപ്പിച്ച് പറഞ്ഞു കൊടുക്കുക എന്ന് മാത്രം. മതപരമായി നിർബന്ധമൊന്നും പാടില്ല എന്ന് പ്രഖ്യാപിക്കുന്ന പരിശുദ്ധ ഖുർആൻ നിർബന്ധമായ മതപരിവർത്തനത്തിനും അതേപോലെ തന്നെ പ്രലോഭിപ്പിച്ചുകൊണ്ടുള്ള മതപരിവർത്തനത്തിനും എതിരായി നിലകൊള്ളുകയും കൃത്യമായ വ്യക്തമായ ആശയ സംവാദങ്ങൾ അനിവാര്യമാണ് എന്നും ആശയങ്ങൾ പരസ്പരം കൈമാറ്റപ്പെടുകയും അങ്ങനെ ആ മനുഷ്യർ സ്വന്തം ബുദ്ധിയിൽ വെച്ച്, ചിന്തയിൽ വെച്ച് ഇവയെ സംശ്ലേഷണം ചെയ്ത് പരിശോധിച്ചുകൊണ്ട് കൃത്യമായി സത്യത്തിൽ എത്തിച്ചേരുകയും ചെയ്യണം എന്നാണ് പരിശുദ്ധ ഖുർആൻ മനുഷ്യരോട് ആഹ്വാനം ചെയ്യുന്നത്. തീർച്ചയായും എല്ലാം സത്യമല്ല, എല്ലാം സത്യമല്ല. ഇസ്ലാം പറഞ്ഞു, പ്രവാചകന്മാർ എന്ത് പഠിപ്പിച്ചു അതാണ് സത്യം. അതുകൊണ്ടാണ് ഖുർആൻ പറഞ്ഞത്, ഇന്നദ്ദീന ഇൻദല്ലാഹിൽ ഇസ്ലാം, ദൈവത്തിൽ സ്വീകരിക്കപ്പെടുന്ന മതം ഇസ്ലാമാകുന്നു. ഖുർആനിലെ 3-ാം അധ്യായം 19-ാമത്തെ വചനത്തിൽ. അതേപോലെ തന്നെ 3-ാം അധ്യായം സൂറത്ത് ആൽ ഇംറാനിലെ 85-ാമത്തെ വചനത്തിൽ പറഞ്ഞു, വമൻ യബ്തഗി ഗൈറൽ ഇസ്ലാമി ദീനൻ ഫലൻ യുഖ്ബല മിൻഹു വഹുവ ഫിൽ ആഖിറതി മിനൽ ഖാസിരീൻ. ആരെങ്കിലും ഇസ്ലാം അല്ലാത്തതിനെ മതമായി സ്വീകരിക്കുന്ന പക്ഷം അത് അവരിൽ നിന്ന് സ്വീകരിക്കപ്പെടുകയില്ല. മരണാനന്തര ജീവിതത്തിൽ അവർ നഷ്ടക്കാരിൽപ്പെട്ടവരാവുകയും ചെയ്യും. എന്തുകൊണ്ടാണത്? പ്രവാചകന്മാർ മുഴുവനും പഠിപ്പിച്ച ലോകത്തിന്റെ വ്യത്യസ്ത ഭാഗങ്ങളിലേക്ക് കടന്നു വന്ന
ദൈവദൂതന്മാർ മുഴുവനും പഠിപ്പിച്ച അടിസ്ഥാനാശയം അതേതാണ് എന്ന് കണ്ടെത്താൻ, അതെവിടെ എന്ന് മനസ്സിലാക്കാൻ, ദൈവം തമ്പുരാനിൽ നിന്ന് അവതരിപ്പിക്കപ്പെട്ട ഗ്രന്ഥം എവിടെയത്, പ്രമാണങ്ങൾ എവിടെയെന്ന് കണ്ടെത്താൻ നാം സന്നദ്ധമാവുക എന്നാണ് പരിശുദ്ധ ഖുർആൻ ആഹ്വാനം ചെയ്യുന്നത്. ആ ആഹ്വാനം നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിച്ചുകൊണ്ട് നിങ്ങളോട് പരിശുദ്ധ ഖുർആനിനെയും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തെയും വസ്തുനിഷ്ഠമായി പരിശോധിക്കുകയും പഠിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യണമെന്നും അങ്ങനെ ഇസ്ലാമിനെ അടുത്തറിയണമെന്നും വേദിയിലും സദസ്സിലുമുള്ള മുഴുവൻ സഹോദരങ്ങളോടും അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. വാഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും. താങ്ക് യു മിസ്റ്റർ അക്ബർ. അടുത്തതായി ഇനി 15 മിനിറ്റ് വീതം 2 പാനലുകൾക്കും സംസാരിക്കാനുള്ള സമയമാണ്. ആദ്യമായി ഹൈന്ദവതയെക്കുറിച്ച് അവതരിപ്പിക്കാൻ ക്ഷണിക്കുന്നു. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ 2-3 പ്രത്യേകതകൾ മാത്രം ഇവിടെ പറയാം. അതിനുശേഷം ശ്രീ ഗോപാലൻകുട്ടി മാഷും എന്തൊക്കെ എഴുതിയിട്ടുണ്ട് അദ്ദേഹവും പറയും. ഞാൻ 5 മിനിറ്റ് കൊണ്ട് ഇത് അവസാനിപ്പിക്കാം. ശ്രീ അക്ബറുടെ പ്രസംഗം കേട്ട സമയത്ത് എനിക്കുണ്ടായ 1-2 സംശയങ്ങളാണ്. ഹിന്ദു മതം അല്ലെങ്കിൽ മതങ്ങൾ, വാസ്തവത്തിൽ ഹിന്ദു എന്നുള്ള വാക്ക് പുറമേ നിന്നുള്ള ആളുകൾ ഇട്ടതാണെന്ന് പറയുന്നുണ്ട്. സിന്ധു നദിയിൽ അതിന്റെ തടത്തിൽ താമസിക്കുന്ന ആളുകളെപ്പറ്റി പറയാനായിട്ട് ഉപയോഗിച്ച വാക്കാണെന്ന്. ഹിന്ദു ധർമ്മത്തിന് വേറൊരു പേരും കൂടിയുണ്ട്, സനാതന ധർമ്മമെന്ന്. അതും കൂടെ ഇവിടെ സൂചിപ്പിച്ചുകൊള്ളട്ടെ. രണ്ടാമതായിട്ട് ഈ ഹിന്ദു മതങ്ങളും ഇസ്ലാം മതവും തമ്മിൽ ഘടനാപരമായിട്ടുള്ള സ്വഭാവപരമായിട്ടുള്ള ജനിതക കോഡുകളിൽ തന്നെ കുറിച്ച് വെക്കപ്പെട്ടിട്ടുള്ള ചില വ്യത്യാസങ്ങളുണ്ട്. അതിലൊന്ന് ഈ സ്രഷ്ടാവ് എന്നുള്ള സങ്കല്പമാണ്. സ്രഷ്ടാവും സൃഷ്ടിയും. സ്രഷ്ടാവ്, ഇത് ഞാൻ നിങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടി പറയാണ്, അല്ലെങ്കിൽ ഞാൻ സ്വയം ഒന്ന് ആവിഷ്കരിക്കാനായിട്ട് പറയാണ്. തെറ്റുണ്ടെങ്കിൽ അദ്ദേഹം പറഞ്ഞു തരും എന്നുള്ള ഉദ്ദേശത്തിൽ. സൃഷ്ടിയും സ്രഷ്ടാവും തമ്മിൽ വ്യത്യാസമില്ല എന്നാണ് ഹിന്ദുമതം പറയുന്നത്. അതിന് നാരായണ ഗുരുദേവന്റെ ഒരു പദ്യം 4 വരികൾ പറയാം. നീയല്ലോ സൃഷ്ടിയും സ്രഷ്ടാവായതും, സൃഷ്ടിയും സ്രഷ്ടാവായതും സൃഷ്ടിജാലവും, നീയല്ലോ ദൈവമേ സൃഷ്ടിക്കുള്ള സാമഗ്രിയായതും, സൃഷ്ടിക്കാൻ വേണ്ടിയിട്ടുള്ള സാമഗ്രിയായതും നീയാണ്, സൃഷ്ടിജാലവും നീയാണ്, സ്രഷ്ടാവും നീയാണ്. ഇങ്ങനെയുള്ളൊരു ചിന്താഗതിയാണ് ഹിന്ദുധർമ്മത്തിലുള്ളത്. അതുകൊണ്ടാണ് പരിപൂർണമായിട്ട് വിശ്വസിക്കുന്നത് ഓരോ വ്യക്തിക്കും അവനവനെ മനസ്സിലാക്കാൻ പറ്റും. ഓരോ വ്യക്തിയെയും അന്വേഷണാകാൻ ഹിന്ദുമതം അവനെ വിശ്വസിക്കുന്നത്. ഓരോരുത്തർക്കും അനുവാദം കൊടുത്താൽ അവൻ തോന്നിയ പോലെ ചെയ്യില്ല, താൻ തോന്നികളായിട്ട് പോവില്ലേ? ശ്രീമാൻ അക്ബർ പറഞ്ഞതുപോലെ, റഷ്യയിലുണ്ടായതുപോലെ, അല്ലെങ്കിൽ പഴയ നിയമത്തിൽ പറയുന്ന സോഡോമിൽ ഉണ്ടായതുപോലെ, അല്ലെങ്കിൽ ജർമ്മനിയിൽ ഉണ്ടായതുപോലെ ഒരു സ്ഥിതിവിശേഷം ഇങ്ങനെ ഭാരതത്തിൽ ഉണ്ടാവില്ലേ? ഓരോരുത്തരും തോന്നിയ രീതിയിൽ അവനവനെ പറ്റിയ രീതിയിൽ അന്വേഷിക്കാൻ പോയാൽ എന്ന് അദ്ദേഹം സൂചിപ്പിക്കുകയുണ്ടായി. പക്ഷെ ദ ടേസ്റ്റ് ഓഫ് ദ ഫുഡിങ് ഈസ് ഇൻ ദ ഈറ്റിംഗ് എന്ന് ഇംഗ്ലീഷിൽ പറയും. പായസത്തിന്റെ രുചി അത് അനുഭവിക്കുമ്പോഴാണ് അത് ഉണ്ടാവുക. 1000 കൊല്ലങ്ങളായിട്ട് ഇവിടെ ഹിന്ദു ധർമ്മം ഇവിടെ ഉണ്ട്. ജർമ്മനിയിലത്തെയോ റഷ്യയിലത്തെയോ പോലത്തെ സ്ഥിതി ഉണ്ടായിട്ടില്ല. അരാജകത്വം ഉണ്ടായിട്ടില്ല. ദോഷങ്ങളില്ലേ എന്നൊക്കെ ചോദിക്കാം. ഹിന്ദുക്കൾക്ക് ദോഷങ്ങളില്ലേ? ദോഷങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. ചരിത്രപരമായിട്ട് തിരിച്ചടികൾ കൊണ്ടിട്ടുണ്ട്. ഒരുപാട് മോശമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ ഇതെല്ലാവർക്കും ഉണ്ടായിട്ടുള്ളതാണ്. എല്ലാ സമൂഹങ്ങളിലും ഇതൊക്കെ ഉണ്ടായിട്ടുണ്ട്.
ചരിത്രം പരിശോധിക്കുകയാണെങ്കിൽ എല്ലാ സമൂഹക്കാർക്കും അവരവരുടേതായിട്ടുള്ള പുറകോട്ടടികളും മുൻപോട്ട് പോക്കുകളും ഒക്കെ ഉണ്ടായിട്ടുണ്ട്. അതിലപ്പുറമായിട്ട് കോടാനുകോടി ആളുകളെ കൊന്നൊടുക്കുന്ന രീതിയിലുള്ള ആ റഷ്യയിൽ നടന്ന കാര്യങ്ങളൊന്നും ഭാരതത്തിൽ നടന്നിട്ടില്ല എന്നുള്ളത് തന്നെ വ്യക്തിയെ ഭാരതീയ ഋഷിമാർ വിശ്വസിക്കുന്നു എന്നുള്ളത് അസ്ഥാനത്തല്ല എന്ന് വ്യക്തമാക്കുന്നു. ഓരോ വ്യക്തിയും, അതായത് അവന്റെ ഉള്ളിൽ ഒരു വെളിച്ചമുണ്ട്, അവന്റെ ഉള്ളിൽ ഒരു വിശ്വാസമുണ്ട്, അവന്റെ ഉള്ളിൽ അവനെ നിയന്ത്രിക്കുന്ന ഒരു ആത്മതത്വമുണ്ട് എന്ന് ഋഷിമാർ വിശ്വസിച്ചതുകൊണ്ടാണ് ഈ വ്യക്തിയെ ഒരു അന്വേഷകനാക്കി മാറ്റാൻ ഹിന്ദുമതം തയ്യാറാവുന്നത്. പിന്നെ ഖുറാനിൽ ലോകത്തിലുള്ള പല ഋഷിമാർ ഈസാ നബി, മൂസാ നബിയെ പറ്റിയിട്ടൊക്കെ പറയുന്നുണ്ടെന്ന് പറഞ്ഞു. പക്ഷെ ഇതിനെപ്പറ്റി ഒന്ന് വ്യക്തമാക്കി തന്നാൽ കൊള്ളാം. ഭാരതത്തിൽ ഋഷിമാരെ പറ്റി പറയുന്നില്ല. അത് വല്ല ഉണ്ടോ എന്നുണ്ടെങ്കിൽ പറഞ്ഞു തന്നാൽ കൊള്ളാം. ഞാൻ കുറിച്ചെടുത്ത് എനിക്കും പറയാലോ നാളെ. പിന്നെ കർമ്മസിദ്ധാന്തം. ഈ കർമ്മസിദ്ധാന്തം എന്ന് പറഞ്ഞാല് ഇന്ന് കർമ്മം ചെയ്യുന്നവൻ നാളെ എന്തുണ്ടാവും? 1000 പേരെ കൊന്നുകഴിഞ്ഞാൽ അവന് ശിക്ഷ വേണ്ടേ എന്നുള്ളത് ഒരു ചോദ്യമാണ്. പക്ഷെ ഇന്ന് അനുഭവിക്കുന്നതായിട്ടുള്ള നീചത്വങ്ങൾക്ക് എന്താണ്? ഒരാൾ മാത്രം പണക്കാരനായിട്ട് ജനിക്കുന്നു, ഒരാൾ വലിയ കുടുംബത്തിൽ ജനിക്കുന്നു, ഒരാള് വലിയ സുന്ദരനും പ്രഗത്ഭനും പ്രതിഭാശാലിയുമാവുന്നു, വേറൊരാൾ ചെറ്റക്കുടിലിൽ ജീവിക്കുന്നു, അനാഥനായി ജനിക്കുന്നു, കഷ്ടപ്പെടുന്നു, ബുദ്ധിമുട്ടുന്നു, വികലാംഗനാവുന്നു എന്നതിന് ഒരു ന്യായീകരണം ഹിന്ദുമതത്തിലുണ്ട്. അതാണ് പൂർവകർമ്മ സിദ്ധാന്തം. അത് പൂർവകർമ്മങ്ങൾക്ക് അടിസ്ഥാനമായിട്ട് ആ കർമ്മങ്ങൾ അനുഭവിച്ച് തീരുന്നു എന്നൊരു സിദ്ധാന്തം. പിന്നെ അവന്റെ ആ ഇനിയും ഈ കർമ്മങ്ങളുടെ അധികാരി അവനാണ്. പൂർവകർമ്മങ്ങൾ അനുസരിച്ച് മോശമായിട്ട് ഈ ലോകത്തിൽ ജനിച്ചു കഴിഞ്ഞാൽ ഇനിയും കർമ്മങ്ങളെ നിയന്ത്രിച്ചുകൊണ്ട്, ഇനിയും കർമ്മങ്ങളെ നല്ല രീതിയിൽ ആക്കിക്കൊണ്ട് ഈ ജന്മത്തിൽ തന്നെ അവന്റെ അവശതകൾ മാറ്റി ഉയരാനായിട്ടുള്ള അവസരം. ഈ കർമ്മങ്ങളുടെ മുകളിലുള്ള അധികാരി വാസ്തവത്തിൽ മനുഷ്യനാണ് എന്നുള്ള തത്വവും ഹിന്ദു മതത്തിൽ ഏറ്റവും പ്രധാനമായിട്ടുള്ള കർമ്മത്തിന് ഇത്രയും പ്രാധാന്യം കൊടുത്തിട്ടൊരു ഇതില്ല. സ്വന്തം കർമ്മം കൊണ്ട് നിനക്ക് ഉയരാനായിട്ട് പറ്റും. ഇപ്പോ കോഴിക്കോട്ട് യൂണിവേഴ്സിറ്റിയുടെ ഒരു മുദ്രാവാക്യമുണ്ട്. ആ മുദ്രാവാക്യം കർമായ നിർമ്മണാശ്രീ. ശ്രീ ഉണ്ടാക്കേണ്ടത് കർമ്മം കൊണ്ടാണ് എന്നുള്ളത്. അപ്പൊ നമുക്കെല്ലാവർക്കും കർമ്മങ്ങളുടെ അധികാരിയായിട്ട് മുന്നോട്ട് നീങ്ങാം എന്നുള്ളൊരു കാര്യം കൂടെ ഇവിടെ പറയുന്നുണ്ട്. ഇത്രയും മാത്രം പറഞ്ഞുകൊണ്ട് ഇനിയും കുറച്ച് സമയമുണ്ട്, 15 മിനിറ്റ് ഉണ്ടല്ലോ. ഗോപാലൻകുട്ടി മാഷ് സംസാരിക്കും. ശ്രീമാൻ അക്ബറുടെ ഭാഷണത്തിൽ വ്യക്തിക്ക് തെറ്റും ശരിയും കണ്ടെത്തുവാനുള്ള അവസാനമായ അധികാരമില്ല എന്ന ഒരു സൂചനയുണ്ടായി. ഇസ്ലാമിക സങ്കല്പത്തിൽ അത് ശരിയായിരിക്കാം. പക്ഷേ മനുഷ്യന് തെറ്റും ശരിയും കണ്ടെത്താൻ കഴിയുന്നു എന്നുള്ളതാണ് അവനെ മൃഗത്വത്തിൽ നിന്ന് ഉയർത്തുന്ന ഘടകം. ഉണ്ടായിരുന്നില്ലെങ്കിൽ മനുഷ്യന് മൃഗവുമായി മറ്റൊരു വ്യത്യാസവും ഉണ്ടാകുമായിരുന്നില്ല. അതിനുള്ള ഒരു പ്രത്യേക ബോധം മനുഷ്യനിൽ അന്തർലീനമായിട്ടുണ്ട്. ആ ബോധത്തെയാണ് ധർമ്മബോധം നമ്മൾ പറയുന്നത്. ആ ധർമ്മബോധത്തെ ഉത്തേജിപ്പിക്കുക എന്നുള്ളതാണ് ആചാര്യന്മാരെ ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രവർത്തനം. ഭർതൃഹരി ചോദിക്കുന്നു, ആഹാര നിദ്രാ ഭയമൈഥുനം ച സാമാന്യം ഏതത് പശുഭിർനരാണാം ധർമ്മേണ ധർമ്മോഹിതേഷാം അധികോ വിശേഷ ധർമ്മേണ ഹീന പശുഭിസമാന. ആഹാരം കഴിക്കുക, ഉറങ്ങുക, സ്വവർഗത്തിലുള്ള കുട്ടികൾക്ക് ജന്മം കൊടുക്കുക, ഇതാണല്ലോ ഇന്ന് മനുഷ്യൻ ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രധാന പ്രവർത്തനം മനുഷ്യനാണെന്ന് പറഞ്ഞ്. ഇത് മനുഷ്യന് മാത്രമുള്ളതല്ല, ഇതെല്ലാ ജീവജാലങ്ങൾക്കുമുള്ള സ്വാഭാവികമായ സഹജമായ ഒരു പ്രക്രിയ മാത്രമാണ്.
അതുകൊണ്ട് ഇത് ചെയ്യൽ മാത്രമാണ്. സ്വന്തമായ വിവേചന ബുദ്ധിയില്ല, ധർമാധർമ്മങ്ങളെ വിവേചിക്കാൻ കഴിയാതെ വരിക, തെറ്റും ശരിയും കണ്ടെത്താൻ കഴിയാതെ വരിക, ഇങ്ങനെയുള്ള ഒരു അവസ്ഥയിൽ മനുഷ്യൻ എത്തിച്ചേർന്നാൽ മനുഷ്യനും മൃഗവും തമ്മിൽ യാതൊരു വ്യത്യാസവും ഉണ്ടാവില്ല. അപ്പൊ ധർമ്മം എന്ന് പറയുന്ന അധികമായ വിശേഷം മനുഷ്യനെ മൃഗത്വത്തിൽ നിന്ന് ഉയർത്തുന്നു എന്നുള്ളതാണ് സത്യം. ഈ സത്യത്തെ അല്ലെങ്കിൽ ധർമ്മത്തെ ദർശനം ചെയ്യാൻ കഴിഞ്ഞവരാണ് നമ്മുടെ ദാർശനികന്മാരായ ഋഷിമാര്. ഒരു പുസ്തകത്തിന്റെ അടിസ്ഥാനമോ അല്ലെങ്കിൽ നിർബന്ധപൂർവമായി ഇന്നത് ചെയ്തു കൊള്ളണം എന്ന് ഓരോ സമയത്തും ഒന്ന് ഉപദേശിക്കുന്ന പദ്ധതിയോ ഇല്ല ഹിന്ദുത്വത്തിലെന്ന് ഞാൻ സൂചിപ്പിച്ചു. കോലെടുത്ത് ഇടയൻ പോലെ പാലിക്കുന്നില്ല ദേവകൾ, പാലിക്കേണ്ട ജനങ്ങൾക്ക് നൽകുന്നു നല്ല ബുദ്ധിയെ. അപ്പോൾ അവനവന് നല്ല ബുദ്ധി നൽകിക്കൊണ്ട് ഇതാണ് ശരിയായ മാർഗം എന്ന് സൂചിപ്പിക്കാനുള്ള സംവിധാനങ്ങളുണ്ട്. അതിനാണ് നമ്മൾ ഋഷികളുടെ വചനങ്ങളെന്നോ ഋഷിപ്രോക്തങ്ങളെന്നോ പറയുന്നത്. അല്ലെങ്കിൽ ഋഷികളുടെ ആവശ്യമില്ല. അപ്പൊ ഋഷിയുടെ ഉപദേശങ്ങളുണ്ട്. സത്യം വദ ധർമ്മം ചര എന്ന ഉപദേശം സ്വാഭാവികമായി ഓരോ വ്യക്തിയും മനസ്സിലാക്കുകയും തന്റെ പ്രവർത്തനങ്ങളെ ഈ തെറ്റും ശരിയും വിവേചിച്ചറിയാനുള്ള സംവിധാനം ഉണ്ടാകണം എന്നുള്ളതാണ് ഹിന്ദുവിന്റെ കാഴ്ചപ്പാട്. അല്ലാതെ ഓരോ സമയത്തും ഇത് പറയാൻ വേണ്ടി ഗ്രന്ഥം തുറക്കുകയും പ്രവാചകന്റെ വാക്യം എന്തായിരുന്നു എന്ന് അതാത് സമയങ്ങളിൽ നോക്കുകയും ചെയ്യുക എന്നുള്ള കാഴ്ചപ്പാട് ഹിന്ദുക്കൾക്കില്ല. ആത്യന്തികമായി ഋഷിമാര് സത്യദർശനം കിട്ടിയവരാണ്. അവര് സത്യത്തെക്കുറിച്ച് വെളിപാട് വന്നവരാണ്. അപ്പൊ അവര് കണ്ടെത്തിയ ദർശനം ചെയ്ത സത്യത്തെ സമൂഹത്തിൽ ആവിഷ്കരിച്ചിട്ടുണ്ട്. ഈ സത്യത്തെ മനസ്സിലാക്കിക്കൊണ്ട് അതിനെ പിന്തുടരുകയും സത്യവും അസത്യവും അല്ലെങ്കിൽ ഈ പറഞ്ഞ ധർമാധർമ്മങ്ങളെ വിവേചിച്ചുകൊണ്ട് ശരിയെയും തെറ്റിനെയും കണ്ടെത്താൻ മനുഷ്യന് സാധിക്കണം. അതുകൊണ്ടാണ് ശ്രീ രാമചന്ദ്രൻ മാസ്റ്റർ പറഞ്ഞതുപോലെ ഭാരതീയ സമൂഹത്തിൽ മറ്റു പല രാജ്യങ്ങളിലും നടന്ന ഹീനമായ പ്രവർത്തനങ്ങൾ പലപ്പോഴും ഇല്ലാതിരുന്നത്. സ്വാഭാവികമായ ഒരു സമൂഹത്തിലുണ്ടാകാവുന്ന ജീർണതകൾ അതെല്ലാ നാട്ടിലും എപ്പോഴും ഉണ്ടായിട്ടുണ്ട്. അതിവിടെ ചർച്ചാ വിഷയമാക്കേണ്ടതില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം അങ്ങനെ ചർച്ചാ വിഷയമാക്കുമ്പോൾ നമ്മൾ വിഷയത്തിൽ നിന്ന് മാറി സഞ്ചരിക്കേണ്ടി വരും. അപ്പോൾ ഇത് സ്വാഭാവികം മാത്രമാണ്. അതുകൊണ്ട് മനുഷ്യന് ഈ ശക്തി കൊടുക്കുക, മനുഷ്യനിൽ തന്നെ ഈ ശക്തിയെ അന്തർലീനമാക്കുക, അവന്റെ ബുദ്ധിയെ വെളിവുള്ളതാക്കുക എന്നുള്ളതാണ് സത്യം. അതുകൊണ്ടാണല്ലോ അസതോമാ സദ്ഗമയ എന്നും തമസോമാ ജ്യോതിർഗമയ എന്നും മൃത്യോർമാ അമൃതം ഗമയ എന്നും ഋഷിമാര് പ്രാർത്ഥിച്ചതും നമ്മെക്കൊണ്ട് പ്രാർത്ഥിപ്പിക്കുന്നതും. അസത്യത്തിൽ നിന്ന് സത്യത്തിലേക്കും അന്ധകാരത്തിൽ നിന്ന് വെളിച്ചത്തിലേക്കും മരണത്തിൽ നിന്ന് അമരത്വത്തിലേക്കും സഞ്ചരിക്കാൻ നമുക്ക് സാധിക്കണം. ഇതിനുതകുന്ന ധർമ്മബോധം നമുക്കുണ്ട്. എങ്ങനെയാണ് ഒരു സമൂഹം സഞ്ചിതമായി നിൽക്കുന്നത് എന്നതിനെക്കുറിച്ച് ഹിന്ദുവിനൊരു കാഴ്ചപ്പാടുണ്ട്. ഈ സമൂഹത്തെ സഞ്ചിതമാക്കി സന്തുലിതാവസ്ഥയെ നിലനിർത്തുന്നത് ധർമ്മം എന്നുള്ള ഘടകമാണ്. ഈ ധർമ്മം എന്നുള്ള ഘടകത്തെ അഥവാ ധർമ്മബോധത്തെ മറ്റ് ഒരു നാട്ടിലും നിർവചിക്കപ്പെട്ടിട്ടില്ല എന്നുള്ളതാണ് സത്യം. അതുകൊണ്ട് ധർമ്മം എന്നുള്ള വാക്ക് പറയുമ്പോൾ ധർമ്മ എന്ന് തന്നെ ഉപയോഗിക്കേണ്ടി വരുന്നു. മറ്റൊരു വാക്കും അതിന് തത്തുല്യമല്ല. ധാരണ ധർമ്മമിത്യാഹു ധർമ്മോ ധാരയതി പ്രജ. ഈ ആളുകളെയെല്ലാം തന്നെ ഒരുമിച്ച് നിർത്തുന്ന ഒരു ഘടകമാണ് ധർമ്മം. അപ്പൊ ഒരുമിച്ച് നിർത്താനുള്ള ഘടകത്തെയാണ് കണ്ടെത്തേണ്ടത്. പരസ്പരം വിഘടിക്കുകയും വിശ്ലേഷിക്കുകയും ചെയ്യുന്നതിനെയല്ല. ഏതാണോ നമ്മളെ ഒരുമിപ്പിച്ച് നിർത്താൻ പര്യാപ്തമായത് അതിനെ കണ്ടെത്തുകയും പരിപോഷിപ്പിക്കുകയും അതാണ് സത്യമെന്നറിയുകയും ചെയ്യുക. ഏതാണോ സമൂഹത്തെ വിഘടിപ്പിക്കുകയും വിശ്ലേഷിപ്പിക്കുകയും തറപറ്റിക്കുകയും ചെയ്യുന്നത് അത് അനിവാര്യമായി ഒഴിവാക്കേണ്ടതാണ് എന്ന സത്യബോധം ഉണ്ടാവുക. അത് ഓരോ മനുഷ്യനും ഉണ്ടാകണം എന്നുള്ളത് തന്നെയാണ് നമ്മുടെ കാഴ്ചപ്പാട്. പിന്നെ മറ്റൊരു കാര്യം, വിശ്വവിശാലമായ മതമാണ് ഇസ്ലാം എന്നും അതിന്റെ കാഴ്ചപ്പാട് അങ്ങനെയാണെന്നും പറഞ്ഞു. ഇതൊരു തർക്കവിഷയമാക്കാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. പക്ഷേ ഈ എല്ലാ ലോകത്തിനും വേണ്ടി തന്നെയാണ് എല്ലാ ആചാര്യന്മാരുടെയും പ്രവചനങ്ങളും പ്രാർത്ഥനകളും ഉണ്ടായത് എന്നുള്ളതാണ് സത്യം. ഏതെങ്കിലും ഒരു ലോകത്തിന് വേണ്ടിയല്ല. എത്ര വിശ്വം ജഗത്യേകനീഠം, ഈ ലോകം മുഴുവൻ ഒരു കിളിക്കൂടാണെന്നും ലോകത്തിലെ സർവ്വചരാചരങ്ങളും ആ കിളിക്കൂട്ടിൽ ജീവിക്കുന്ന കിളിക്കുഞ്ഞുങ്ങളാണ് എന്നുമുള്ള ഉപനിഷത്തിന്റെ സന്ദേശം അത് ലോകത്തെ ഏകമായ ലോകത്തെ തന്നെയാണ് കാണുന്നത്. എല്ലാവരും ഈ രീതിയിൽ ചിന്തിക്കണമെന്നുള്ളത് തന്നെയാണ്. അതേപോലെ പ്രാർത്ഥിക്കുന്ന സമയത്ത് സർവേഭി സുഖിനസ്സന്തു സർവേ സന്തു നിരാമയ സർവേ ഭദ്രാണി പശ്യന്തു മാ കശ്ചിത് ദുഃഖമാപ്രിയാത് എന്ന് പ്രാർത്ഥിച്ചു. ഇവിടുത്തെ ആളുകൾക്ക് വേണ്ടി ഹിന്ദു സമൂഹത്തിന് വേണ്ടി മാത്രമല്ല,
അപ്പൊ വിശ്വവിശാലമായ സാർവജനീനമായ പ്രപഞ്ചത്തിന് മുഴുവൻ വേണ്ടി പ്രാർത്ഥിക്കുവാൻ പഠിപ്പിച്ച, പ്രപഞ്ചത്തെ മുഴുവൻ ഉൾക്കൊള്ളാൻ പഠിപ്പിച്ച, പ്രപഞ്ചം മുഴുവൻ നമ്മോടൊപ്പമുള്ളതാണ് എന്ന് കാണണമെന്ന് സിദ്ധാന്തിച്ച ഒരു സംവിധാനമാണ്, അല്ലെങ്കിൽ ഒരു ധർമ്മ സംവിധാനമാണ് വാസ്തവത്തിൽ ഹിന്ദു പഠിപ്പിച്ചത്. അതുകൊണ്ട് ഈ വിശ്വവിശാലത്വം മതങ്ങൾക്ക് അല്ലെങ്കിൽ ധർമ്മങ്ങൾക്കുണ്ട്. പക്ഷെ ഒരു കാര്യം, ഓരോന്നിന്റെയും പ്രവർത്തനത്തെ, പ്രായോഗികതയെ വിലയിരുത്തിക്കൊണ്ട് അതിനെ ഒന്നുകൂടി നമുക്ക് വിശകലനം ചെയ്യേണ്ടതായി വരും എന്നാണ് എനിക്ക് തോന്നുന്നത്. താങ്ക് യു മിസ്റ്റർ. ഇനി ഒരു ഇടവേളയാണ്. നമസ്കാരത്തിനുള്ള സമയമായി. നമസ്കാരത്തിന് ശേഷമായിരിക്കും അടുത്ത 15 മിനിറ്റ് പ്രഭാഷണം. ഇസ്ലാമിലെ ദൈവ പരലോക വേദവിശ്വാസങ്ങളെക്കുറിച്ച് ഞാൻ സംസാരിച്ചു കഴിഞ്ഞു. ഇനി മറ്റ് സംസാരങ്ങളുമായി വിയോജിപ്പുള്ള രംഗങ്ങളെക്കുറിച്ച് സൂചിപ്പിക്കാനുള്ള അവസരമാണ്. സംക്ഷിപ്തമായി ചില കാര്യങ്ങൾ സൂചിപ്പിക്കാം. ഒന്നാമതായി തന്നെ ഇസ്ലാമിന്റെ പ്രവാചകത്വ വിശ്വാസത്തിൽ, ധർമാധർമ്മ വിശ്വാസത്തിൽ ഞാനിവിടെ സൂചിപ്പിച്ചു, മനുഷ്യന് ധർമാധർമ്മങ്ങൾ സ്വന്തമായി കണ്ടുപിടിക്കുവാൻ പൂർണ്ണമായി ആത്യന്തികമായി സാധ്യമല്ല. അവന്റെ മനസ്സിനകത്ത് നന്മ സ്വീകരിക്കണമെന്നും തിന്മ വിരോധിക്കണമെന്നുമുള്ള ആഗ്രഹമുണ്ട്, ആശയുണ്ട്. പക്ഷേ എന്താണ് നന്മ, എന്താണ് തിന്മ എന്ന് ഗവേഷണാത്മകമായി കണ്ടെത്താൻ മനുഷ്യന് കഴിവ് നൽകപ്പെട്ടിട്ടില്ല. അതുകൊണ്ടാണ് പ്രവാചകന്മാരുടെ, ദൈവദൂതന്മാരുടെ നിയോഗമുണ്ടായത് എന്ന് സൂചിപ്പിക്കുകയുണ്ടായി. സത്യത്തിൽ ലോകത്ത് എവിടെയും നന്മയും സത്യവും കാണപ്പെടുന്ന അവസരങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. ലോക ചരിത്രത്തിൽ ഏത് പ്രദേശത്തിന്റെ ചരിത്രമെടുത്താൽ അവിടെയെല്ലാം ദൈവദൂതന്റെയോ ആചാര്യന്റെയോ നിയോഗവുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് അവയുണ്ടായത് എന്നുള്ളതും ഒരു വസ്തുതയാണ്. ദേശത്തിനോ പ്രദേശത്തിനോ നന്മ തിന്മകളെ വ്യവച്ഛേദിച്ച് മനസ്സിലാക്കുവാൻ സാധിക്കും, വ്യവച്ഛേദിച്ച് പഠിപ്പിക്കാൻ സാധിക്കുമെങ്കിൽ ഏതെങ്കിലും ഒരു ദേശത്ത് തിന്മയുണ്ടാകാൻ പാടില്ലായിരുന്നു. ഇപ്പൊ നമ്മൾ ആരെങ്കിലും അറബികൾ പറയുന്നത് മാത്രമാണ് നന്മ എന്ന് വിചാരിച്ചാൽ അറബ്യൻ നാട്ടിൽ തിന്മയുണ്ടാകാൻ പാടില്ല. മുഹമ്മദ് നബി ജനിച്ച അതേ നാട്ടിൽ തന്നെയാണ് അബൂജാഹിലും ജനിച്ചത്. പരിശുദ്ധ ഖുർആൻ എഴുതപ്പെട്ട അതേ ഭാഷയിൽ തന്നെയാണ് മുഅല്ലഖയും എഴുതപ്പെട്ടത്. വിചിത്രമായ ലൈംഗികതയിൽ അധിഷ്ഠിതമായ കവിതാ സമാഹാരമാണ് മുഅല്ലഖ. ഇത് ഒരു ദേശത്തെയോ ഭാഷയെയോ അല്ല, മറിച്ച് ദൈവിക മാർഗദർശനം എവിടെയുണ്ട്. ഭാരതത്തിൽ എടുത്തു പറഞ്ഞാൽ ഭാരതീയമായ പാരമ്പര്യത്തെ നിഷേധിച്ചു എന്നല്ല, ഭാരതീയമായി നമ്മൾക്ക് എല്ലാ കാലഘട്ടത്തിലും എല്ലാം ഉണ്ടായത് മുഴുവൻ ശരിയെന്ന് നമുക്ക് പറയാൻ പറ്റുമോ? ബഹുമാന്യനായ സഹോദരൻ ഇവിടെ സൂചിപ്പിച്ചു. എന്താണ് ഭാരതത്തിലെ ഋഷിപുങ്കവന്മാർ സുതരമായ ലോകത്തെ മുഴുവനും സർവേഭി സുഖിന സന്തു സർവേ സന്തു നിരാമയ എന്ന് പറഞ്ഞത്. അതേപോലെ തന്നെ ബാന്ധവ മാനവ സർവേ സ്വദേശ ഭുവനത്രയം എന്ന് പറഞ്ഞത്. ഇതെല്ലാം ഭാരതത്തിന്റെ ചരിത്രത്തിൽ ഉണ്ടായിട്ടുള്ളതാണ്, ഉപനിഷത്തുകളിൽ കാണാൻ സാധിക്കുന്നതാണ്. പക്ഷെ അതേ ഭാരതത്തിൽ തന്നെയല്ലേ നൂറ്റാണ്ടുകളോളം ജാതീയത നിലനിന്നത്? ആ ജാതീയതക്ക് അനുകൂലമായ ഗ്രന്ഥങ്ങളും പുസ്തകങ്ങളും ഉപനിഷത്തുക്കൾ പോലും രചിക്കപ്പെട്ടത്. അതിനനുകൂലമായി വേദങ്ങളിൽ പോലും പ്രക്ഷിപ്ത ഭാഗങ്ങൾ എഴുതി ചേർക്കപ്പെട്ടത്. അപ്പോൾ ദേശമല്ല തീരുമാനിക്കുന്നത്. നിങ്ങൾ ചിന്തിച്ചു നോക്കുക, ഭാരതീയ വേദസാഹിത്യങ്ങളിൽ സ്ത്രീക്ക് ഉന്നതമായ സ്ഥാനം നൽകപ്പെട്ടതായി നമുക്ക് കാണാൻ സാധിക്കും. സുന്ദരമായി യാജ്ഞവൽക്യനും മൈത്രേയിയും തമ്മിൽ നടക്കുന്ന സുന്ദരമായ സംവാദങ്ങൾ നമ്മൾ വായിച്ചാൽ ആ സംവാദങ്ങളുടെ ആ സൗന്ദര്യം എത്രത്തോളമാണ് കുടുംബാന്തരീക്ഷത്തിൽ പോലും ദാർശനിക ചർച്ചകൾ പുരോഗമിക്കപ്പെട്ടിരുന്നത് എന്ന് മനസ്സിലാക്കി തരാൻ സാധിക്കും. അതേ ഭാരതത്തിൽ തന്നെ നസ്രീ സ്വതന്ത്ര ബർഹദി എന്ന സിദ്ധാന്തവും പ്രചരിപ്പിക്കപ്പെട്ടു പിൽക്കാലഘട്ടത്തിൽ. അല്ലേ, ഉണ്ടായില്ലേ? ഇതേപോലെ ശരിയും തെറ്റും ഏത് പ്രദേശത്തിലും ഉണ്ടാക്കും. പ്രദേശമല്ല, ദേശമല്ല ശരിയും തെറ്റും തീരുമാനിക്കുന്നത്. അതല്ല, വ്യക്തിക്ക് മനുഷ്യൻ മാനവികതയെക്കുറിച്ചാണ് നമ്മൾ സംസാരിക്കുന്നത്. നമ്മുടെ സംസാരങ്ങൾ സങ്കുചിതമായ ദേശീയതയുടെ ഉള്ളിലേക്ക് കടന്നു വരാതിരിക്കുക. ഞാൻ സൂചിപ്പിക്കുന്നത് ആ ദേശീയതയുടെ സങ്കുചിതത്വം നമുക്ക് ഉപനിഷത്തുകളിലോ വേദങ്ങളിലോ കാണാൻ സാധിക്കുകയില്ല. ഇവിടെ പറഞ്ഞതുപോലെ വസുധൈവ കുടുംബകമാണ്. ലോകത്തുള്ള മുഴുവൻ മനുഷ്യരെ കുറിച്ചാണ് സംസാരിക്കുന്നത്.
ആ മനുഷ്യരെ കുറിച്ചുള്ള സംസാരം പിന്നീട് സങ്കുചിതവൽക്കരിക്കപ്പെട്ട് അത് ബ്രാഹ്മണ ക്ഷത്രിയ വൈശ്യാദികളാവുകയും അങ്ങനെ അവര് പാപയോനിയിൽ ജനിച്ചവരാണ് എന്നുവരെയുള്ള പരാമർശങ്ങൾ നമുക്ക് ഗീതയിൽ പോലും കാണപ്പെടുവാൻ കാരണമായത് എന്താണ് എന്നാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. ഈ ഗ്രന്ഥങ്ങളെ നിഷേധിക്കുകയല്ല, മറിച്ച് എവിടെയാണോ ദൈവിക വചനങ്ങളിൽ മാനുഷികമായ കരവിരുതുകൾ ഉണ്ടാകുന്നത് അവിടെ ഏത് കാലത്തെ മനുഷ്യനായിരുന്നാലും അവന്റെ ചിന്തക്ക് അവന്റെ ബുദ്ധിക്കെല്ലാം ചില പരിമിതികൾ ഉണ്ടാകും. ആ പരിമിതികളിൽ നിന്നുകൊണ്ട് മാത്രമേ അവന് ചിന്തിക്കാൻ സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് തന്നെ സർവകാല അംഗീകൃതമായ ധർമ്മം നിശ്ചയിക്കുവാൻ ഈ ബുദ്ധിക്കൊന്നും സാധ്യമല്ല. നമ്മുടെ നാട്ടിൽ തന്നെ അതിസുന്ദരമായ, ഞാൻ നേരത്തെ പറഞ്ഞ മൈത്രേയിയെ പോലെയുള്ള മഹതികളായ വനിതകൾ ജീവിച്ചിരുന്ന നമ്മുടെ നാട്ടിൽ തന്നെ ഇത് ദേവദാസി സമ്പ്രദായവും നിലനിന്നു എന്നുള്ള വസ്തു നമ്മൾ നിഷേധിച്ചിട്ട് കാര്യമില്ല. ഇത് നമ്മുടെ നാടിന്റെ മാത്രം പ്രത്യേകതയല്ല. ലോകത്തെല്ലായിടത്തും ദൈവിക മാർഗദർശനങ്ങളിൽ നകന്നാൽ, കൃത്യമായ ദൈവിക പാതയിൽ നകന്നാൽ മനുഷ്യർ ധാർമ്മികമായി അധപ്പതിക്കുമെന്നുള്ളതിന് തെളിവാണത്. ഞാനിവിടെ സൂചിപ്പിച്ച അറേബ്യയിലും ഇങ്ങനെ തന്നെ, അറേബ്യയിലും മുഹമ്മദ് നബിക്ക് ശേഷവും ഇങ്ങനെ തന്നെ. മുഹമ്മദ് നബിക്ക് ശേഷം എന്നുള്ളത് കൊണ്ട് ഒരു ജനത ആ പ്രദേശത്തിന്റെ പേരിൽ ഉന്നതരാവുകയില്ല, മറിച്ച് എവിടെ ദൈവിക മാർഗദർശനം അനുധാവനം ചെയ്യുന്നുവോ അവിടെ നമുക്ക് ഐഡിയൽ ആയിട്ടുള്ള സമൂഹം കാണാൻ സാധിക്കും. അതല്ലെങ്കിലോ നമ്മൾക്ക് ഓരോരുത്തർക്കും ധർമ്മചിന്ത ഇല്ലാഞ്ഞിട്ടാണോ കാൾ മാർക്സ് സ്വന്തം പ്രഭു കുടുംബത്തിൽ നിന്ന് രാജിവെച്ച് പാർട്ടി ഓഫീസിലിരുന്ന് രാവും പകലും ഇരുന്ന് ഗവേഷണം നടത്തി, ലണ്ടനിലെ ലൈബ്രറിയിൽ പോയിരുന്ന് ഗവേഷണം നടത്തി അദ്ദേഹം എഴുതിയ പുസ്തകം നമുക്കറിയാം. ദാസ് ക്യാപിറ്റലെല്ലാം വായിച്ചാൽ, അതേപോലെ തന്നെ അദ്ദേഹത്തിന്റെ മറ്റ് രചനകൾ വായിച്ചാൽ അദ്ദേഹത്തെ വിമർശിക്കുന്ന വ്യക്തികൾക്ക് പോലും അദ്ദേഹത്തിന്റെ രചനാ സൗഷ്ഠവത്തെയും അദ്ദേഹം ഈ കാര്യങ്ങൾ സുന്ദരമായി വിശദീകരിക്കുന്ന രീതിശാസ്ത്രവും നമ്മൾ അംഗീകരിച്ചു പോകും. പക്ഷേ അദ്ദേഹത്തിന് തെറ്റുപറ്റി. നല്ല മനസ്സുള്ളത് കൊണ്ട് മാത്രം കാര്യമില്ല, നല്ല മനസ്സുകൊണ്ട് മാത്രം കാര്യമില്ല. ഹ്യൂമണിസ്റ്റുകൾ മുഴുവനും മാനവ വിരുദ്ധരായിരുന്നു എന്ന് പറയാൻ ഞാനാളല്ല. അവരുടെ മനസ്സും നല്ലതായിരുന്നു. ഇവിടുത്തെ നക്സലൈറ്റുകളുടെ മനസ്സ് എത്ര നല്ലതായിരുന്നു. അവർ സ്വന്തം ജീവൻ തൃണവൽഗണിച്ചുകൊണ്ട് പാവപ്പെട്ടവനെ സംരക്ഷിക്കുവാൻ വേണ്ടി ഇറങ്ങിപ്പുറപ്പെട്ടവരായിരുന്നു. പക്ഷേ അവർ ധർമാധർമ്മങ്ങൾ സ്വന്തം നിശ്ചയിക്കാൻ ശ്രമിച്ചു, പരാജയപ്പെട്ടു. ഭാരതത്തിന്റെ ചരിത്രത്തിലുണ്ടായിട്ടുണ്ട്, അറബികളുടെ ചരിത്രത്തിലുണ്ടായിട്ടുണ്ട്. പക്ഷേ പരിശുദ്ധ ഖുർആനും തിരുസുന്നത്തും അതല്ല, അതിനു മുമ്പുള്ള ദൈവിക മാർഗദർശനവും ഞാൻ ആത്മാർത്ഥമായി വിശ്വസിക്കുന്നു ഭാരതത്തിലേക്ക് പ്രവാചകന്മാർ കടന്നു വന്നിട്ടുണ്ട് എന്ന്. കാരണം പരിശുദ്ധ ഖുർആൻ നസ്സായി അർത്ഥശങ്കക്കിടയില്ലാത്ത വണ്ണം പറയുന്ന കാര്യമാണ് വൈൻ മിൻ ഉമ്മത്തിനില്ല ഖലാഫിഹ നദീർ എന്ന്. ഒരൊറ്റ സമുദായവും ഒരു പ്രവാചകന്റെ നിയോഗമുണ്ടാകാതെ കഴിഞ്ഞു പോയിട്ടില്ല എന്നുള്ള സത്യം. അതുകൊണ്ട് തന്നെ ഭാരതത്തിലേക്ക് പ്രവാചകന്മാർ കടന്നു വന്നിട്ടുണ്ട്. എവിടെ പ്രവാചക പ്രബോധനം അനുസരിച്ചുകൊണ്ട് ജീവിച്ചിരുന്ന ഒരു സമൂഹം ഉണ്ടായിരുന്നുവോ അവിടെ മനുഷ്യർക്ക് മുഴുവനും ലോകത്തിന് മുഴുവനും മാതൃകായോഗ്യമായ സമൂഹം ഭാരതത്തിലുണ്ടായിരുന്നു. എവിടെ പ്രവാചക പ്രബോധനത്തിൽ നിന്ന് അവർ അകന്നുപോയി പുരോഹിതന്മാരെയും അതേപോലെ തന്നെ ദൈവത്തിന്റെ പേരിൽ സംസാരിച്ചിരുന്ന ദൈവമനുഷ്യരുടെയും പിന്നിൽ പോയോ അവിടെയെല്ലാം അധപ്പതനം ഉണ്ടായിട്ടുണ്ട്. ഭാരതത്തിൽ മാത്രമല്ല, ലോകത്തിലെവിടെയും. അപ്പോൾ അത് കേവലം ദേശത്തിന് ധർമാധർമ്മങ്ങൾ നിശ്ചയിക്കുവാൻ സാധിക്കുമെന്ന് പറയുന്നത് അനുഭവങ്ങളുടെ അടിസ്ഥാനത്തിൽ അടിസ്ഥാനരഹിതമാണ് എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പിന്നീട് ഏകദൈവ വിശ്വാസത്തെക്കുറിച്ച് സൂചിപ്പിച്ചു. ഏകദൈവ വിശ്വാസം ഇസ്ലാമിന്റെ കുത്തകയൊന്നുമല്ല. ഞാൻ പറഞ്ഞു, പ്രവാചകന്മാർ മുഴുവനും പഠിപ്പിച്ചത് ഏകനായ സ്രഷ്ടാവിനെ കുറിച്ചാണ്. ഏകനായ സ്രഷ്ടാവ് എന്ന് പറയുമ്പോ ഏകനായ സ്രഷ്ടാവ് ആകാശത്തിലിരിക്കട്ടെ, മനുഷ്യർ തങ്ങൾക്കിഷ്ടമുള്ള രൂപത്തിൽ ജീവിക്കട്ടെ എന്ന സിദ്ധാന്തം പഠിപ്പിക്കാൻ ദർശനങ്ങൾ പടക്കേണ്ടതുണ്ടോ? അല്ല. സ്രഷ്ടാവിന്റെ മാർഗദർശനം അനുസരിച്ചുകൊണ്ട് ജീവിക്കണമെന്ന് പഠിപ്പിക്കാൻ തന്നെയാണ് ലോകത്താചാര്യന്മാർ കടന്നു വന്നത്. ആ ആചാര്യന്മാർ ഒന്നാമതായി പറഞ്ഞത് നിങ്ങൾ സ്രഷ്ടാവിനെ മാത്രം ആരാധിക്കുക എന്നാണ്. നിങ്ങൾക്ക് ഏത് രൂപത്തിൽ വെച്ചാലും ഏതൊരു കോലത്തിലായിരുന്നാലും നിങ്ങൾ അവനെ എങ്ങനെയായിരുന്നാലും ആരാധന നിർവഹിച്ചാൽ മതി എന്ന് ആരും പറഞ്ഞിട്ടില്ല. മറിച്ച് ഏകനായ സ്രഷ്ടാവിനെ മാത്രമേ ആരാധിക്കുവാൻ പാടുള്ളൂ എന്ന് പറയുന്ന വചനങ്ങൾ പോലും നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഭാരതീയ സാഹിത്യങ്ങളിൽ തന്നെ സുന്ദരമായി കാണാൻ സാധിക്കുന്നുണ്ട്. പ്രതിമ വെക്കാൻ പാടില്ല എന്ന് പറഞ്ഞത് പരിശുദ്ധ ഖുർആനല്ല. പരിശുദ്ധ ഖുർആനിന് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് യജുർവേദത്തിൽ പറഞ്ഞു, നതസ്യ പ്രതിമ അസ്തി യസ്യ നാമ മഹത്യശഃ. അല്ലെ, യജുർവേദത്തിന്റെ 32-ാം അധ്യായത്തിലെ 3-ാമത്തെ വചനത്തിൽ രേഖപ്പെടുത്തപ്പെട്ട കാര്യമാണിത്.
ദൈവത്തെക്കുറിച്ച് പറഞ്ഞപ്പോ അവന് പ്രതിമകളില്ല. കാരണം എന്താണ്? അവന് പ്രതിമകളിൽ ഒതുക്കാൻ സാധിക്കുമോ? അവനെ സൃഷ്ടാവായ തമ്പുരാനെ അവനെ നമ്മുടെ ചിന്തയിൽ ഒതുക്കാൻ സാധിക്കുമോ? സാധ്യമല്ല. ആരാധനയുടെ വിഷയം പറഞ്ഞപ്പോ 2 തവണ യജുർവേദത്തിൽ പറഞ്ഞു, അതോടൊപ്പം തന്നെ ഈശാവാസ്യത്തിലും പറഞ്ഞു. യജുർവേദത്തിലെ 40-ാം അധ്യായത്തിലും 9-ാമത്തെ വചനത്തിലും ഈശാവാസ്യ ഉപനിഷത്തിലെ 12-ാമത്തെ വചനത്തിലും ഒരേപോലെ പറഞ്ഞ വചനം നമ്മൾ ശ്രദ്ധിക്കാതെ വിടരുത്. കൃത്യമായി നിഷേധമാണ്. അന്ധം തമഹ പ്രവിശന്തിയെ തതോ ഭൂയ ഇവതേ തമോ യൗ സംഭൂതിയാമൃതഃ. അതെ, എന്താ? പ്രകൃതിയെയും അതേപോലെ തന്നെ ദേവപിതൃമാനവാദികളെയും ആരാധിക്കുന്നവർ, ഉപാസിക്കുന്നവർ ഘോരമായ അന്ധകാരത്തിലാണ്, നരകത്തിലാണ് പതിക്കുക എന്ന് പറയുന്നത്. അപ്പോൾ ആരെയും ഉപാസിക്കാമെന്ന തത്വമാണോ ഭാരതത്തിലെ എല്ലാ ഗ്രന്ഥങ്ങളിലും ഉള്ളത്? തീർച്ചയായുമല്ല. മറിച്ച് സൃഷ്ടാവായ തമ്പുരാൻ മാത്രം, പരമാത്മാവ് മാത്രം, പരബ്രഹ്മം മാത്രം ആരാധിക്കപ്പെടണമെന്ന് പഠിപ്പിച്ച ഋഷിവര്യന്മാർ ഇവിടെ കഴിഞ്ഞു പോയിട്ടുണ്ട്. ആ ഋഷിവര്യന്മാർ തീർച്ചയായും ദൈവിക മാർഗദർശനം അനുസരിച്ചുകൊണ്ട് ജനങ്ങളെ പഠിപ്പിച്ച, ജനങ്ങളെ നയിച്ച ആളുകളായിരുന്നു. അവർ ഇസ്ലാമിന്റെ ആളുകളായിരുന്നു, അവർ മുസ്ലിങ്ങളായിരുന്നു എന്നാണ് ഞാൻ പറയുക. അതേസമയം ഇവിടെ സൂചിപ്പിക്കപ്പെട്ടതുപോലെ വളരെ പ്രതിലോമകാരികളായ ആളുകൾ കടന്നു വന്നിട്ടില്ലേ? തിന്നുക, കുടിക്കുക, ഭക്ഷിക്കുക, രമിക്കുക, രസിക്കുക, ഇതാണ് ജീവിതത്തിന്റെ അർത്ഥമെന്ന് പറഞ്ഞ ചാർവാകന്മാർ ഇന്ത്യയിലാണ് ഉണ്ടായത്. അവർ പറഞ്ഞാൽ എന്താ? കാര്യമായി ജീവിതം എന്ന് പറഞ്ഞാൽ എന്താ? തിന്നുക, കുടിക്കുക, രസിക്കുക, രമിക്കുക, പരമാവധി ആസ്വദിക്കുക, അതാണ് വേണ്ടത്. അവർ അതിശക്തമായി വിമർശിച്ചു മതത്തിന്റെ ആളുകളെ, ദൈവത്തിന്റെ ആളുകൾ എന്ന് പറയുന്ന ആളുകളെ അവർ അതിശക്തമായി വിമർശിച്ചു നമുക്ക് കാണാൻ സാധിക്കും. അഗ്നിഹോത്രം ത്രയോവേദം ത്രിദണ്ഡം ഭസ്മകുണ്ഡം നം ബുദ്ധി പുരുഷഹീനാനാം ജീവികാദാതൃർവിധി. സർവാക മുനി പറഞ്ഞ കാര്യപാട് എന്താ? അഗ്നിഹോത്ര യാഗവും 3 വേദവും 3 ദണ്ഡവും ഭസ്മം തേക്കുന്ന ഏർപ്പാടുമെല്ലാം ബുദ്ധിയും പൗരുഷവും ഇല്ലാത്തവർ സ്വന്തം ജീവിക്കാൻ വേണ്ടി എഴുതിയുണ്ടാക്കിയതാണ്, നിർമ്മിച്ചെടുത്തതാണ് എന്ന് പറഞ്ഞവരും ഈ ഭാരതത്തിൽ തന്നെയാണ് ജീവിച്ചത്. ആ ഭാരതത്തിലാണെന്നുള്ളതുകൊണ്ട് അവർ പറഞ്ഞത് ശരിയാകോ? ശരിയാവില്ല. ഒന്നുകിൽ വേദം ശരിയാണ് എന്ന വാദം ശരിയാകണം, അതല്ലെങ്കിൽ വേദം ജീവിക്കാൻ വേണ്ടി നിർമ്മിച്ചുണ്ടാക്കിയതാണ് എന്ന വാദം ശരിയാകണം. രണ്ടും കൂടി ശരിയാകുമോ? ശരിയാവുകയില്ല. പിന്നെ എല്ലാം ശരി എന്ന വാദം അത് സുന്ദരമായ ഒരു സാമൂഹ്യ സംവിധാനത്തില് സുന്ദരമായി സംസാരിക്കാൻ ചിലപ്പോൾ നല്ലതായിരിക്കാം. എല്ലാം ശരിയാണ്, എല്ലാ പാതയും ശരിയാണ്, എല്ലാ മാർഗവും ശരിയാണ്, എങ്ങനെയും ദൈവത്തിലെത്താമെന്നുള്ള മാർഗം. പക്ഷേ ഭാരതീയ ദർശനത്തെ പോലും ഗൗരവതരമായി കണ്ടിട്ടുള്ള ആരും ഈ വാദം അംഗീകരിച്ചിട്ടില്ല. ഈ വാദം, ഭാരതീയ ദർശനത്തെ ഗൗരവതരമായി കണ്ട ആരും അംഗീകരിച്ചിട്ടില്ല. നിങ്ങൾ പരിശോധിച്ചു നോക്കുക. അദ്വൈതാചാര്യനായിരുന്ന ശ്രീ ശങ്കരാചാര്യർ അദ്ദേഹത്തിന്റെ വിവേക ചൂഡാമണിയിൽ 5-ാം അധ്യായത്തിൽ 58-ാമത്തെ വചനത്തിൽ അദ്ദേഹം പറഞ്ഞു, ന യോഗേന ന സാഖ്യേന കർമ്മണ നോന വിദ്യയ ബ്രഹ്മാത്മൈവൈകത്വ തത്വാന മോക്ഷഃ സിദ്ധ്യയതിനാന്യഥ. എന്താ പറയുന്നത്? കർമ്മമാർഗം ശരിയല്ല, വിദ്യയുടെ മാർഗം ശരിയല്ല, സാഖ്യത്തിന്റെ മാർഗം ശരിയല്ല, അതേപോലെ തന്നെ യോഗത്തിന്റെ മാർഗം ശരിയല്ല. പിന്നെ എന്തുമാത്രമാണ് ശരി? ബ്രഹ്മവും ആത്മാവും കൂടിച്ചേർന്നു എന്ന് ഒന്നാണ് എന്ന് അറിയുക മാത്രമാണ് മോക്ഷത്തിന്റെ മാർഗം. ഈ മറ്റു മാർഗങ്ങളെല്ലാം തെറ്റാണ്. അദ്ദേഹത്തിന് ശേഷം വന്ന ശ്രീ ശങ്കരാചാര്യർക്ക് ശേഷം വന്ന രാമാനുജാചാര്യർ അദ്ദേഹത്തിന്റെ ബ്രഹ്മസൂത്രത്തിന്റെ ഭാഷ്യത്തിൽ അദ്ദേഹം, ശ്രീഭാഷ്യത്തിൽ അദ്ദേഹം വളരെ വ്യക്തമായി പറഞ്ഞു, ശ്രീ ശങ്കരാചാര്യർ പറഞ്ഞത് തെറ്റാണ്. മറിച്ച് ഭക്തിയിലധിഷ്ഠിതമായ കർമ്മം കൊണ്ടാണ് മോക്ഷം നേടുവാൻ സാധിക്കുക, ഭക്തി കൊണ്ടാണ് മോക്ഷം നേടാൻ സാധിക്കുക. അതിനുശേഷം വന്ന മാധ്വാചാര്യർ വീണ്ടും തിരുത്തി, അതും ശരിയല്ല, മറിച്ച് കർമ്മം കൊണ്ട്, ഭക്തിയിലധിഷ്ഠിതമായ കർമ്മം കൊണ്ടാണ് മോക്ഷം നേടാൻ സാധിക്കുക. അപ്പോൾ ഞാൻ പറയുന്നത്, ദർശനത്തെ ഗൗരവതരമായി കണ്ട ആളുകളൊന്നും തന്നെ എല്ലാം ശരി എന്നുള്ള സിദ്ധാന്തം പറഞ്ഞിട്ടില്ല. ഭാരതത്തിൽ ഉണ്ടായി എന്നുള്ളത് കൊണ്ട് എല്ലാം ശരി എന്നുള്ള സിദ്ധാന്തം അവരാരും പറഞ്ഞിട്ടില്ല. മറിച്ച് എന്താ പറഞ്ഞത്? ശരി ഏതാണ്? നിങ്ങൾ എന്തിന്റെ അടിസ്ഥാനത്തിലാണ് തീരുമാനിക്കേണ്ടത്? ഈ പ്രമാണങ്ങളുടെ അടിസ്ഥാനത്തിലാണ് തീരുമാനിക്കേണ്ടത്. അപ്പോൾ പ്രമാണം എവിടെ എന്നുള്ളതാണ് പ്രശ്നം. അവിടെയാണ് ഞാൻ നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിച്ചത് പരിശുദ്ധ ഖുർആനും പ്രവാചക ജീവിത ചര്യയുമാകുന്ന പ്രമാണങ്ങൾ. ആ പ്രമാണങ്ങൾ നിങ്ങൾ പരിശോധിക്കുക, പഠിക്കുക. അത് ശരിയെന്ന് ബോധ്യപ്പെട്ടാൽ, അത് സത്യമെന്ന് ബോധ്യപ്പെട്ടാൽ, നിങ്ങളുടെ മാനദണ്ഡങ്ങൾ ഉപയോഗിച്ച് കൃത്യമായ നിഷ്കൃഷ്ടമായ പഠനങ്ങൾക്ക് ശേഷം
അവ ശരിയാണ്, ദൈവിക മാർഗദർശനമാണ് നമ്മുടെ മുന്നിൽ അവതരിപ്പിക്കുന്നത് എന്ന് ബോധ്യപ്പെട്ടാൽ നാം സ്വീകരിക്കുക. അതല്ലാതെ ധർമാധർമ്മങ്ങൾ രാജ്യത്തിന്റെയോ പ്രദേശത്തിന്റെയോ ദേശത്തിന്റെയോ പേരിൽ നിർണയിക്കുവാൻ സാധ്യമല്ല എന്നുള്ളതാണ് സത്യം. എന്താണ് എനിക്ക് സംക്ഷിപ്തമായി സൂചിപ്പിക്കുവാനുള്ളത്? ഇനി ഇൻഷാ അല്ലാഹ് മറ്റൊരവസരത്തിൽ നമുക്ക് കൂടുതലായി സംസാരിക്കാം. പടച്ച തമ്പുരാൻ നമ്മളെ എല്ലാവരെയും സത്യം കണ്ടെത്തുവാനും സത്യം സ്വീകരിക്കുവാനും അനുഗ്രഹിക്കുമാറാകട്ടെ. വാഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും. ആദ്യമായി ചോദിക്കുന്ന വ്യക്തി പേരും ജോലിയും വ്യക്തമാക്കണം. ചോദ്യം വിഷയാധിഷ്ഠിതമായിരിക്കണം. നിങ്ങൾക്കറിയാം, ഹൈന്ദവത, ഇസ്ലാം എന്നീ രണ്ട് ദർശനങ്ങളിലെ ദൈവം, വേദം, പരലോകം എന്നീ മൂന്ന് വിഷയങ്ങളെയാണ് ആസ്പദമാക്കി സംസാരിച്ചത്. അതുകൊണ്ട് ചോദ്യങ്ങൾ മറ്റ് വിഷയങ്ങളിലേക്ക് കടക്കാതെ ഈ വിഷയങ്ങളിൽ അധിഷ്ഠിതമാക്കിക്കൊണ്ട് ചോദിക്കണം, വളരെ വ്യക്തമായി ചോദിക്കണം. ഇനി ചോദ്യകർത്താവിന് ചോദ്യത്തിന് സമയപരിധിയുണ്ട്. 2 മിനിറ്റാണ് ചോദ്യത്തിനുള്ള സമയം. ഒരു ചോദ്യത്തിന് ശേഷം ഉത്തരം നൽകിയതിനു ശേഷം വീണ്ടും ഒരു ഉപചോദ്യം ചോദിക്കാം ആവശ്യമെങ്കിൽ. മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. ഒരു ചോദ്യത്തിനുള്ള സമയം 2 മിനിറ്റ്. അതിനുത്തരം നൽകിക്കഴിഞ്ഞതിനു ശേഷം വീണ്ടും ഒരു ഉപചോദ്യം ചോദിക്കാവുന്നതാണ്. ഇനി ചോദ്യങ്ങൾ ചോദിക്കേണ്ടത് ആരോടാണ് ചോദ്യങ്ങൾ ചോദിക്കുന്നത് എന്ന് മുൻകൂറായി വ്യക്തമാക്കണം. 2 മൈക്കുകൾ ഇവിടെ സംവിധാനിച്ചിട്ടുണ്ട്. ഒന്ന് ഇസ്ലാമിക ദർശനം അവതരിപ്പിച്ച പാനലിനോടും മറ്റത് ഹൈന്ദവ ദർശനം അവതരിപ്പിച്ച പാനലിനോടും ചോദിക്കേണ്ട ചോദ്യങ്ങൾക്ക് ഉള്ള മൈക്കുകളാണ്. വളരെ ശ്രദ്ധിക്കുക. 2 മൈക്കുകൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഒന്ന് ഇസ്ലാമിക ദർശനം അവതരിപ്പിച്ച പാനലിനോട് ചോദിക്കുന്നുവെങ്കിൽ അതിലൂടെയും, മറ്റത് ഹൈന്ദവ ദർശനം അവതരിപ്പിച്ച പണ്ഡിതന്മാരോട് ചോദിക്കാനുള്ള മൈക്കുമാണ്. ഒരു വ്യക്തിക്ക് ഒരു സമയം ഒരു പാനലിനോടെ ചോദ്യങ്ങൾ ചോദിക്കാവൂ. 2 പാനലിനോടും കൂടി പൊതുവായുള്ള ചോദ്യങ്ങൾ ചോദിക്കാൻ അനുവദിക്കുന്നതല്ല. ഒരു പാനലിനോട് ഒരു സമയം ചോദ്യം ചോദിക്കാം. ഇനി ഒരു ചോദ്യത്തിന് ശേഷം മറ്റേ പാനലിനോട് ചോദ്യം ചോദിക്കണമെങ്കിൽ ആ വ്യക്തി മറ്റേ പാനലിൽ ക്യൂവിൽ പോയി നിൽക്കണം. ഒരേ സമയത്ത് 2 പാനലിനോടും ചോദ്യം അനുവദിക്കുന്നതല്ല. ഇനി ചോദിച്ചതിന് ശേഷം സാധാരണ രീതിയിൽ അവിടെ നിന്ന് മാറിപ്പോകാറാണ്. ഇവിടെ ശ്രദ്ധിക്കേണ്ടത്, അവിടെ ഒരു ചെയർ അറേഞ്ച് ചെയ്തിട്ടുണ്ട്, ആ ചെയറിൽ ഇരിക്കണം. ഇനി ചോദ്യങ്ങൾ ഇടവിട്ടായിരിക്കും. അതായത് ഒരിക്കൽ ഹൈന്ദവ ദർശനം അവതരിപ്പിച്ച പണ്ഡിതന്മാരോട് ചോദിച്ചാൽ അടുത്ത ചോദ്യം ഇസ്ലാമിക ദർശനം അവതരിപ്പിച്ച പണ്ഡിതന്മാരോടായിരിക്കും. ചോദ്യങ്ങൾ ഇല്ല എങ്കിൽ മാത്രമേ മറ്റു രീതിയിൽ പരിഗണിക്കുകയുള്ളൂ. സ്ത്രീകൾക്ക് അവസരമുണ്ട്. 2 ചോദ്യങ്ങൾ പുരുഷന്മാരുടെ ഭാഗത്തു നിന്നുണ്ടായാൽ ഒരു ചോദ്യം സ്ത്രീകളുടെ ഭാഗത്തു നിന്ന് അനുവദിക്കുന്നതായിരിക്കും. ചോദ്യത്തിന് ഉത്തരം നൽകുന്നത് അതും പ്രത്യേകതയുണ്ട്. ചോദ്യകർത്താവ് ചോദിക്കുന്ന പാനലിന്റെ വക്താക്കൾക്ക് 15 മിനിറ്റാണ് ഉത്തരത്തിന് സമയം നൽകിയിട്ടുള്ളത്. ഈ 15 മിനിറ്റിന് ശേഷം മറ്റേ പാനലിലെ ആളുകൾക്ക് 5 മിനിറ്റ് വിശദീകരണം നൽകാം. വീണ്ടും വിശദീകരണം ആവശ്യമെങ്കിൽ ആദ്യത്തെ പാനലിലെ പണ്ഡിതന്മാർക്ക് ഒരു 5 മിനിറ്റ് കൂടി അനുവദിക്കുന്നതായിരിക്കും. അങ്ങനെ 25 മിനിറ്റാണ് ഒരു ചോദ്യത്തിന് ഉത്തരമായി സമയം പരിമിതപ്പെടുത്തിയിരിക്കുന്നത്. സ്ത്രീകൾക്ക് സ്റ്റേജിന്റെ പിൻഭാഗത്താണ് സൗകര്യം ഏർപ്പെടുത്തിയിട്ടുള്ളത്. അവർ ചോദ്യം ചോദിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് മുൻകൂറായി തയ്യാറെടുക്കാവുന്നതാണ്. ചോദ്യം ചോദിക്കുന്ന ആൾ വ്യക്തമാക്കണം ഏത് പാനലിനോടാണ്. അതിനനുസരിച്ചാണ് മൈക്കിൽ നിൽക്കേണ്ടത്. ഇനി
2 മിനിറ്റ് സമയം നിങ്ങൾക്ക് വാച്ചിൽ നോക്കണമെന്നില്ല. ഇവിടെ ലൈറ്റ് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. പ്ലെയിൻ ലൈറ്റ്, ഈ അറ്റത്തുള്ള ലൈറ്റ് പ്ലെയിൻ ആയിട്ടുള്ളത്, അത് നിങ്ങളുടെ ചോദ്യം ചോദിക്കാനുള്ള സമയം തീരും വരെ ഉണ്ടാകും. 1 മിനിറ്റ് കഴിഞ്ഞാൽ മഞ്ഞ ലൈറ്റ് പ്രകാശിക്കും. ചുവപ്പ് ലൈറ്റ് പ്രകാശിക്കുന്നതോടുകൂടി മൈക്ക് ഓഫ് ചെയ്യും. ശ്രദ്ധിക്കുക, ചുവന്ന ലൈറ്റ് പ്രകാശിക്കുന്നതോടുകൂടി മൈക്ക് ഓഫ് ചെയ്യും. ഇനി ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകി, ചിലപ്പോൾ ആവേശമുള്ള ഉത്തരമായിരിക്കാം, പക്ഷെ ആ ആവേശം നിങ്ങളുടെ ഹൃദയങ്ങളിൽ മാത്രം സൂക്ഷിക്കുക. കൈയടിച്ചുകൊണ്ടോ അട്ടഹസിച്ചുകൊണ്ടോ പ്രതികരിക്കരുത്. ഇത് വളരെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. പരിപാടി മുന്നോട്ട് കൊണ്ടുപോകാൻ ഇത്തരത്തിലുള്ള പ്രതികരണങ്ങൾ തടസ്സപ്പെടും. അതുകൊണ്ട് വളരെ ദയവായി പ്രതികരിക്കുന്നവർ കയ്യടി കൊണ്ടോ അട്ടഹാസം കൊണ്ടോ പ്രതികരിക്കാതിരിക്കുക. ഇനി നമ്മുടെ കർത്തവ്യത്തിലേക്ക്, നമ്മുടെ പരിപാടിയിലേക്ക് നമുക്ക് പ്രവേശിക്കാം. എന്റെ പേര് മണി. അക്ബറിനോടാണ് ചോദിക്കുന്നത്. എനിക്ക് ഇതിനെ സംബന്ധിച്ച് അറിയേണ്ടത്, ഖുർആൻ ഇറങ്ങിയിട്ട് 14 നൂറ്റാണ്ടുകളായി എന്ന് പറഞ്ഞതിനെ പറ്റിയിട്ടാണ്. അതിന് മുൻപ് ഉള്ളതാണോ ഈ അറബി ഭാഷ അല്ലെങ്കിൽ ലിപികൾ? അതിന് മുൻപുള്ളതാണോ ശേഷമുള്ളതാണോ ഉറുദു ലിപികൾ? അതെന്താ കാരണം എന്ന് വെച്ചാൽ എനിക്ക് സംശയം വന്നത്, ഞാൻ ഒറ്റപ്പാലത്ത് ലേണിംഗ് സ്കൂളിൽ അറബി പഠിപ്പിക്കുന്നു. ഞാൻ മുസൽമാനാണ്. അറബി പഠിക്കുന്നുണ്ട്. അതിൽ ഈ മുസാബിന്റെ പേജിൽ നമ്പറുകൾ ഇടുന്നത് എല്ലാം വലതുവശത്ത് നിന്ന് എഴുതിക്കൊണ്ടിരിക്കുന്നു. നമ്മളുടെ അറബി ആയാലും ഖുർആൻ ആയാലും ഉറുദു ആയാലും അതിൽ 1, 2, 3, 4, 5 എന്നുള്ള അക്കങ്ങൾ ഇടതുവശത്ത് നിന്ന് തുടങ്ങുന്നു. അത് എന്താണ് അതിന്റെ കാരണം എന്നുള്ളതും, ഇതിന്റെ ഈ അറബി 14 നൂറ്റാണ്ടുകളായ ഖുർആൻ അതിന് മുൻപുള്ളതാണോ അറബി ലിപികൾ എന്നുള്ളതും അറിയണം. ഇത്രയാണ് എനിക്ക് ചോദിക്കാനുള്ളത്. ചോദ്യം വിഷയാധിഷ്ഠിതമല്ല. ഉത്തരം പറയാൻ അക്ബർ ആഗ്രഹിക്കുന്നുവെങ്കിൽ മാത്രം സമ്മതിക്കാം. ഇവിടെ പറഞ്ഞതുപോലെ ചോദ്യം വിഷയാധിഷ്ഠിതമല്ല. അറബി ഭാഷ പരിശുദ്ധ ഖുർആനിന് നൂറ്റാണ്ടുകൾക്ക് മുമ്പേ ഉള്ള ഭാഷയാണ്. അറബി ഭാഷക്ക് ഭാഷയുടെ ലഫ്ള് എങ്ങനെ എഴുതണമെന്ന് നിയമമുള്ളതുപോലെ തന്നെ അക്കങ്ങൾ എങ്ങനെ എഴുതണമെന്ന് നിയമമുണ്ട്. ലഫ്ള് എഴുതുന്നതിന് നേരെ വിപരീത ദിശയിലാണ് അക്കങ്ങൾ എഴുതുക. അതൊരു ഭാഷാ നിയമമാണ്. അതുകൊണ്ട് അത് വിപരീത ദിശയിലാണ് എന്നുള്ളത് കൊണ്ട് അതിലൊരു വൈരുദ്ധ്യമൊന്നുമില്ല. അതേസമയം ഉറുദു ഭാഷ പരിശുദ്ധ ഖുർആനിനും ശേഷം ഉണ്ടായതാണ്. കാരണം ഇന്ത്യയിലെ മുഗളന്മാരുടെ ആഗമനത്തോടനുബന്ധിച്ചാണ് ഉറുദു ഭാഷ ഡെവലപ്പ് ചെയ്ത് വന്നത്. എന്നാൽ അറബി ഭാഷ മുൻപേയുള്ളതാണ്. സെമിറ്റിക് ഭാഷകളിൽ ഏറ്റവും പൂർണ്ണത പ്രാപിച്ച ഭാഷയായിരുന്നു പരിശുദ്ധ ഖുർആനിന്റെ അവതരണ കാലഘട്ടത്തിൽ അറബി. അതിനു മുമ്പ് അതിന്റെ പരിണാമ ഘട്ടങ്ങൾ കഴിഞ്ഞു പോയിട്ടുണ്ട് എന്നല്ലാതെ അറബി ഭാഷ മുൻപേ നിലവിലുള്ളതാണ് എന്നാണ് സംക്ഷിപ്തമായി പറയാനുള്ളത്. സൂചിപ്പിക്കും. അപ്പോ ഈ 1, 2, 3 എന്നുള്ളത് ഇടതുവശത്ത് നിന്ന് വലതുവശത്തേക്ക് പോകുന്നതിനെ പറ്റി വല്ല വ്യാഖ്യാനം തരാൻ പറ്റുമോ? എന്തുകൊണ്ടാണ് അറബി ഒരു പ്രത്യേക വശത്തുനിന്ന് എഴുതാൻ തുടങ്ങിയതെന്നുള്ളൊരു വ്യാഖ്യാനമില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ഏത് ഭാഷക്കും ആ ഭാഷയുടെ ഉൽപ്പത്തിയായിട്ട് ബന്ധപ്പെട്ട് ഓരോ മാർഗങ്ങളുണ്ടാവും. അപ്പൊ ഭാരതത്തിലാണെങ്കിൽ ആദ്യം പാലി ഭാഷയായിരുന്നു. ആ പാലി ഭാഷയിൽ വന്ന് പിന്നെ സംസ്കൃതമായി, സംസ്കൃതത്തിൽ നിന്ന് പിന്നീട് ദേവനാഗരി ലിപി മറ്റുള്ള ഭാഷകളിലേക്ക് പോയി, ഇങ്ങനെ പലതും ഉണ്ടായിട്ടുണ്ട്. അപ്പൊ ഇതിലെല്ലാം തന്നെ അക്കങ്ങൾ എഴുതുന്ന ഒരു രീതിശാസ്ത്രമുണ്ട്, അതേപോലെ തന്നെ അക്ഷരങ്ങൾ എഴുതുന്ന ഒരു രീതിശാസ്ത്രമുണ്ട്. അറബിയിലും അക്കങ്ങളും അക്ഷരങ്ങളും 2 വ്യത്യസ്ത ദിശയിലാണ് എഴുതുന്നത് മാത്രമേ ഉള്ളൂ. ഇപ്പൊ ചൈനീസ് ആണെങ്കിൽ എഴുതുന്നത് മോളിന്ന് കീഴ്പോട്ടാണ് ചൈനീസിന്റെ എഴുത്ത്. അത് നമ്മൾ വിശദീകരിക്കാന്ന് പറഞ്ഞാൽ അത് വല്ല ഭാഷാശാസ്ത്രജ്ഞന്മാരും വിശദീകരിക്കേണ്ടതാണ്. അതിന് വല്ല വിശദീകരണം ഉണ്ടാകുന്നതെന്ന് എനിക്കറിയില്ല എന്നാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. എന്റെ പേര് അബ്ദുസലാം മുണ്ടേരി. എന്റെ ചോദ്യം പ്രൊഫസർ ഡോക്ടർ രാമചന്ദ്രൻ പി അവർകളോടും അതുപോലെ ഗോപാലൻകുട്ടി മാസ്റ്ററോടുമാണ്. ചോദ്യം, ഇവിടെ പ്രസംഗിച്ചപ്പോൾ സൂചിപ്പിക്കുകയുണ്ടായി, അതായത് ഇസ്ലാമിലെ പോലെ നരകസ്വർഗ വിശ്വാസവും അതേപോലെ പാപത്തിന് പ്രതിഫലം നൽകുന്ന ഒരു ദിവസത്തെക്കുറിച്ച് ഒന്നും ഹൈന്ദവ ജീവിത രീതിയിൽ
അത്തരമൊരു വിശ്വാസം നിലവിലില്ല എന്നും പകരം മുജ്ജന്മ പാപ സിദ്ധാന്തമാണെന്നും. എന്റെ ചോദ്യം ഞാൻ ചോദിക്കാൻ ആഗ്രഹിക്കുന്നത്, ഭഗവത്ഗീതയിൽ കൃഷ്ണൻ അർജുനനെ ഉപദേശിക്കുന്ന ഒരു രംഗമുണ്ട്. അതിൽ ഹേ പാർത്ഥ എന്ന് വിളിച്ചുകൊണ്ട് കൃഷ്ണൻ ഉപദേശിക്കുന്നു, നീ ഈ യുദ്ധത്തിൽ നീ നയിക്കുകയാണെങ്കിൽ, യുദ്ധം ചെയ്യുകയാണെങ്കിൽ, നീ യുദ്ധത്തിൽ വിജയിക്കുകയാണെങ്കിൽ നിനക്ക് ഈഹലോകത്ത് തന്നെ വലിയൊരു സാമ്രാജ്യം പിടിച്ചടക്കാനാവും, സ്ഥാപിക്കാനാവും. അതല്ല, നീ ഈ യുദ്ധത്തിൽ വീരമൃത്യു പ്രാപിക്കുകയാണെങ്കിൽ നിന്നെ കാത്തിരിക്കുന്നത് സ്വർഗമാണ് എന്ന് ഭഗവാൻ കൃഷ്ണൻ ഭഗവത്ഗീതയിൽ സൂചിപ്പിക്കുകയുണ്ടായി. അപ്പോൾ നരകസ്വർഗ വിശ്വാസം ഹൈന്ദവതയിൽ ഉണ്ട് എന്നല്ലേ ഈ കാര്യം സൂചിപ്പിക്കുന്നത്? ഇതിന് ഒരു മറുപടി തരണമെന്ന് അഭ്യർത്ഥിക്കുന്നു. സ്വർഗ നരക ചിന്തകളുടെ പ്രത്യേകതയെക്കുറിച്ച് സൂചിപ്പിച്ചിരുന്നു. എന്ന് പറഞ്ഞാൽ സ്വർഗത്തിലെത്തുക എന്നുള്ളതല്ല ഹൈന്ദവ ചിന്താഗതിയിൽ മനുഷ്യന്റെ അന്തിമമായ പരമപദപ്രാപ്തി. അതുകൊണ്ട് സ്വർഗത്തിനു വേണ്ടി ജീവിക്കുക, അല്ലെങ്കിൽ സ്വർഗമാണ് അവസാനമായി ലഭിക്കേണ്ടത് എന്ന ചിന്തയോടുകൂടി കർമ്മങ്ങൾ ചെയ്യുക, ഇതൊന്നും നമ്മുടെ ശാസ്ത്രത്തിൽ വാസ്തവത്തിൽ അനുവദനീയമല്ല. പക്ഷെ സ്വർഗത്തെക്കുറിച്ചുള്ള ചില സങ്കല്പങ്ങൾ താൽക്കാലികമായി ഒരു മനുഷ്യന് ഇവിടെ ചെയ്യുന്ന ഗുണാഗുണങ്ങളുടെയോ ധർമാധർമ്മങ്ങളുടെയോ അടിസ്ഥാനത്തിൽ താൽക്കാലികമായി ലഭിക്കുന്ന ഒരിടത്താവളം എന്നുള്ള രീതിയിൽ സ്വർഗത്തെക്കുറിച്ച് സൂചനയുണ്ട്. പക്ഷെ ഇവിടെ പറയപ്പെട്ട സ്വർഗം വീരോചിതമായ മരണം വരിക്കുന്നവർക്ക് വീരസ്വർഗം ലഭിക്കും എന്നൊരു ചിന്തയുണ്ട്. അത് നമ്മൾ പറഞ്ഞ സ്വർഗമല്ല. അദ്ദേഹം ചെയ്യുന്ന പ്രവർത്തനങ്ങൾ വീരോചിതമാണെങ്കിൽ വീരോചിതമായ ഒരു സ്ഥാനം, വീരന്മാർക്കുള്ള സ്ഥാനം ഏതാണ് എന്ന് ആദ്യമേ നിശ്ചയിച്ചിട്ടുണ്ട്. വീരഭോഗ്യ വസുന്ധര, ഈ ഭൂമി തന്നെ വീരന്മാർക്ക് ജീവിക്കാൻ വേണ്ടിയുള്ളതാണ് എന്നാണ് നമ്മുടെ പ്രമാണം. അപ്പൊ സാധാരണ വീരത്വമില്ലാത്തവർക്ക് ഈ ഭൂമി ഭോഗ്യമല്ല എന്നുപോലും ചിന്തിക്കുന്ന ഒരു കാഴ്ചപ്പാടുണ്ടായിരുന്നു. രണ്ട് ചോയ്സ് അല്ലെങ്കിൽ രണ്ട് തരത്തിലുള്ള സംവിധാനം അല്ലെങ്കിൽ രണ്ട് കാഴ്ചപ്പാട് അല്ലെങ്കിൽ രണ്ട് അനുഭവമാണ് അർജുനൻ ഉണ്ടാകേണ്ടത്. ഒന്നുകിൽ യുദ്ധം ചെയ്ത് വിജയിച്ചു കഴിഞ്ഞാൽ ഈ കിട്ടാവുന്ന രാജ്യം മുഴുവൻ ഭരിച്ചുകൊണ്ട് രാജാവായി ചക്രവർത്തിയായി അഭിഷിക്തനായി ജീവിക്കാം. ഇല്ലെങ്കിലും അദ്ദേഹത്തിന്റെ യുദ്ധം വെറുതെയാവുകയില്ല. ഈ പറഞ്ഞ വീരബോധ്യമായതുകൊണ്ട് ആ തരത്തിലും ഈ വസുന്ധരയെ അല്ലെങ്കിൽ ഭൂമിയെ അനുഭവിക്കാൻ സാധിക്കും. അപ്പൊ രണ്ടായാലും ഈ ഭൂമിയെ അനുഭവിക്കുക എന്നുള്ളത് തന്നെയാണ് അടിസ്ഥാന ചിന്ത. ഇതിലേത് മാർഗം വേണം? യുദ്ധം ചെയ്തു മരിക്കുകയാണെങ്കിൽ വീരന്മാരുടെ അവർക്ക് അനുയോജ്യമായ രീതിയിൽ ഈ ഭൂമിയെ അല്ലെങ്കിൽ വസുന്ധരയെ ബോധ്യമാക്കാൻ സാധിക്കും. അതല്ലെങ്കിൽ ഈ പറഞ്ഞതുപോലെ നേരിട്ട് ആ ഭൂമി ഭരിച്ചുകൊണ്ട് ചക്രവർത്തിയായി ഭൗതിക സുഖങ്ങളോടെ ജീവിക്കാൻ കഴിയും. ഇതിൽ ഏതു വേണം? ഏതായാലും രണ്ടും ഈ വസുന്ധരയെ അല്ലെങ്കിൽ ഭൂമിയെ ഭോഗ്യമാക്കുക എന്നുള്ളത് ചെയ്തേ പറ്റൂ, അല്ലെങ്കിൽ ലഭിച്ചേ പറ്റൂ. ഇതിൽ ഏതു വേണം എന്നുള്ളതാണ് ഈ ഒരു സൂചന. അല്ലെങ്കിൽ ഇതിനു വേണ്ടിയുള്ള ഒന്ന് ചെയ്ത് യുദ്ധത്തിൽ നിന്ന് മാറി നിന്നുകൊണ്ട് ഈ ഭൂമി അല്ലെങ്കിൽ ഇതിന്റെ അധികാരം വേണ്ട എന്ന് പറയുകയാണോ ചെയ്യുന്നത്? അല്ല, യുദ്ധത്തിൽ നിന്നുകൊണ്ട് ഈ മരിച്ചുകൊണ്ട്. അപ്പൊ ജയിക്കുകയാണെങ്കിലും മരിക്കുകയാണെങ്കിലും ഈ വസുന്ധരയുടെ അല്ലെങ്കിൽ ഭൂമിയുടെ ഭോഗ്യത്തിന് അവകാശമുണ്ട് എന്ന ഒരു കാഴ്ചപ്പാടിലാണ് അവിടെ കൃഷ്ണന്റെ ഉപദേശം. നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിലുള്ള സ്വർഗ നരകങ്ങളുടെ ചിന്തയല്ല അവിടെ പറയപ്പെട്ടത്. ഉപചോദ്യമാണ്. അദ്ദേഹം സൂചിപ്പിച്ചതുപോലെ ഒരു മിനിറ്റ് ഉണ്ടോ? അഭിപ്രായമുണ്ടോ? ബഹുമാനായ സാർ ഇവിടെ പറഞ്ഞത് സത്യത്തിൽ ഭാരതീയ ദർശനത്തിൽ സ്വർഗനരക ചിന്തയല്ല അടിസ്ഥാനപരമായിട്ടുള്ളതെന്നാണ്.
പക്ഷേ ഞാനിവിടെ സൂചിപ്പിച്ചതുപോലെ പ്രവാചകന്മാർ പഠിപ്പിച്ച ആദർശങ്ങൾ നോക്കുമ്പോൾ മരണാനന്തര ജീവിതവും സ്വർഗനരക ചിന്തയുമാണ് എല്ലാ ദർശനങ്ങളിലും കാണാൻ സാധിക്കുന്നത്. ഭാരതത്തിൽ അടിസ്ഥാന സംഹിതകൾ വേദസംഹിതകളാണ്. ഇതിലൊന്നും തന്നെ പുനർജന്മ വിശ്വാസത്തെക്കുറിച്ച് യാതൊരു പരാമർശവുമില്ല. എന്നാൽ സ്വർഗനരകങ്ങളെക്കുറിച്ചാണ് പറയുന്നത്. ആദ്യ കാലഘട്ടത്തിലുള്ള ഉപനിഷത്തുകളിൽ, ഇപ്പൊ കഠോപനിഷത്തിൽ പ്രഥമ ബലിയിലെ പ്രഥമാധ്യായത്തിലെ 12ാമത്തെ ശ്ലോകത്തിൽ നമുക്ക് കാണാൻ സാധിക്കും, സ്വർഗേ ലോകേ ന ഭയം കിഞ്ചനാസ്തി ന തത്രത്വം ന ജരയാഭിവേദി ഉഭേ തീർത്വാശനായ പിപാസേ ശോകാദിഗോ മോദതേ സ്വർഗലോകേ. സ്വർഗലോകത്തിലേക്കാണ് അത്തരം ആളുകൾ പോവുക. സ്വർഗലോകത്തിന്റെ പ്രത്യേകതകൾ എന്ന് പറയുന്നു. അവർക്ക് ഭയമില്ല, പ്രയാസമില്ല, മരണമില്ല. യാതൊരു പ്രയാസമില്ലാതെ, മരണമില്ലാതെ, ഇടക്കാലഘട്ടത്തിലുള്ള ഇടത്താവളല്ല, മരണമില്ലാതെ ജീവിക്കുവാൻ സാധിക്കുന്ന ഒരു ലോകം. അവിടേക്കാണ് സൽക്കർമ്മികൾ പോവുക. അതേപോലെ തന്നെ നരകലോകത്തെക്കുറിച്ച് അസൂര്യ നാമതേ ലോകേ അന്ധേന തമസാവൃതാഹ താംസ്ത്യ പ്രേദ്യാഭിഗച്ഛന്തിയെ ചാത്മഹാനോ ജനഃ ഈശാവാസ്യത്തിന്റെ 3ാമത്തെ ശ്ലോകത്തിൽ കാണാൻ സാധിക്കും. അതേസമയം ഇതേപോലെ തന്നെ ഗീതയിൽ ഇവിടെ സുഹൃത്ത് ഉദ്ധരിച്ച ഭഗവത്ഗീതയുടെ 2ാം അധ്യായത്തിലെ 37ാമത്തെ വചനത്തിൽ ഹതോവ പ്രാപ്സസി സ്വർഗം ജിതോവ ഭോക്ഷസേ മഹീം തസ്മാദുത്തിഷ്ഠ കൗന്ദേയ യുദ്ധായ കൃതനിശ്ചയ. നീ ജയിച്ചാൽ ഇവിടെ ഈ രാജ്യഭരണം, പരാജയപ്പെട്ടാലോ സ്വർഗം. അതാണ് ഏതൊരു പോരാളിയോടും മതപരമായി സ്വന്തം ധർമ്മം അനുഷ്ഠിക്കുവാൻ വേണ്ടി പ്രവർത്തിക്കുന്ന പോരാളിയോട് പ്രവാചകന്മാർ പറഞ്ഞ പദപാട് എന്താണ്? നിനക്ക് ഇവിടെ ധർമ്മ സംസ്ഥാപനം സാധിക്കും, ചിലപ്പോ ഇല്ലെങ്കിലോ മരണപ്പെട്ടാൽ വീര സ്വർഗത്തിൽ നിനക്ക് പ്രവേശനം ലഭിക്കും. അതേ കാര്യമാണ് ശ്രീകൃഷ്ണൻ പറയുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അത് അക്കാലഘട്ടത്തിൽ സ്വർഗനരകങ്ങളിലുള്ള വിശ്വാസം 16ാം അധ്യായത്തിലെ 16ാമത്തെ വചനത്തിൽ നരകത്തെക്കുറിച്ച് പറയുന്നുണ്ട്. അനേക ചിത്തവിഭ്രാന്ത മോഹ ജാല സമാവൃത എന്ന് തുടങ്ങിയ വചനങ്ങൾ നരകത്തിലാണ് പ്രവേശിക്കുക എന്ന്. അപ്പൊ ഞാൻ പറയുന്നത് എന്താ വെച്ചാൽ സ്വർഗനരകങ്ങളിലുള്ള വിശ്വാസം ഭാരതത്തിന് മുമ്പുണ്ടായിരുന്നു. എന്നാൽ പുനർജന്മ വിശ്വാസം പിൽക്കാലഘട്ടത്തിൽ കടന്നു വന്നതാ. പുനർജന്മ വിശ്വാസം നമുക്ക് ആദ്യമായി കാണാൻ സാധിക്കുന്നത് ഛാന്ദോഗ്യോപനിഷത്തിലാണ്. അത് എങ്ങനെ ഉണ്ടായി എന്ന് ഈ ഛാന്ദോഗ്യത്തിലെ വചനം തന്നെ വ്യക്തമാക്കുന്നുണ്ട്. ആദ്യമായി ഛാന്ദോഗ്യോപനിഷത്തിലാണ് കാണുന്നത്. ഛാന്ദോഗ്യത്തിലെ 5ാം അധ്യായത്തിലെ 5ാം മണ്ഡലത്തിലെ 10ാം അധ്യായത്തിലെ 7ാമത്തെ വചനത്തിൽ എന്നിട്ട് പുനർജന്മ വിശ്വാസം വിശദീകരിച്ചിട്ടുണ്ട്. എങ്ങനെയാണ് പറയുന്നതെന്ന് അറിയാമോ? നമ്മൾ പരിശോധിച്ചാൽ മതി. ഇത് ഞാൻ പറയുന്നത് എങ്ങനെ ഒരു ദൈവിക ദർശനത്തെ പിൽക്കാലഘട്ടത്തിൽ പുരോഹിതന്മാർ കൈകടത്തിക്കൊണ്ട് വികലമാക്കി എന്നുകൂടി നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയാണ്. പറയുന്നത് എന്താണെന്നറിയോ? വചനം ധരിക്കുന്നില്ല. എങ്ങനെയെന്ന് വെച്ചാൽ ഇവിടെ ധർമ്മം അനുഷ്ഠിക്കുന്നവർ അടുത്ത ജന്മത്തിൽ ബ്രാഹ്മണ ക്ഷത്രിയ വൈശ്യാദികളുടെ യോനികളിൽ ജനിക്കുന്നു. ബ്രാഹ്മണ യോനിംവ ക്ഷത്രിയ യോനിംവ വൈശ്യ യോനിംവ എന്ന് തന്നെയാണ് പറയുന്നത്. അവരുടെ ജനനേന്ദ്രിയത്തിൽ ജനിക്കുന്നു. അതല്ല, ഇവിടെ തിന്മ ചെയ്യുന്നവർ, ഈ ജന്മത്തിൽ തിന്മ ചെയ്യുന്നവർ പന്നിയുടെയോ പട്ടിയുടെയോ ചണ്ടാളന്റെയോ യോനിയിൽ ജനിക്കുന്നു എന്നാണ്. അപ്പോ ഇതിന്റെ ലക്ഷ്യം എന്താണ് എന്ന് വളരെ വ്യക്തമാണ്. കഴിഞ്ഞ ജന്മത്തിലെ നന്മ കൊണ്ടാണ് ഈ ജന്മത്തിൽ ഇവിടെ ബ്രാഹ്മണ ക്ഷത്രിയ വൈശ്യാദികൾ സുഖിക്കുന്നത്. അതേപോലെ തന്നെ കഴിഞ്ഞ ജന്മത്തിലെ തിന്മ കൊണ്ടാണ് പന്നിയെയും പട്ടിയെയും പോലെ ചണ്ടാളൻ പ്രയാസപ്പെടുന്നത്. അതിന് ഈ ജന്മത്തിൽ, അടുത്ത ജന്മത്തിലെങ്കിലും ബ്രാഹ്മണ ക്ഷത്രിയ വൈശ്യന്മാരാകണമെങ്കിൽ ആ സ്വധർമ്മം അനുഷ്ഠിക്കുകയാണ് വേണ്ടത്. ആ സ്വധർമാനുഷ്ഠാനം എന്താ? ചണ്ടാളന്റെ സ്വധർമാനുഷ്ഠാനം അറിയാം, ദാസ്യവേലയാണ്. ഇത് പഠിപ്പിക്കാൻ വേണ്ടി ശുദ്ധമായ സ്വർഗനരകങ്ങളിലുള്ള വിശ്വാസത്തെ വികലമാക്കിക്കൊണ്ട് പടച്ചെടുത്തതാണ് പുനർജന്മ വിശ്വാസം എന്നാണ് ഞാൻ എന്റെ പഠനത്തിൽ നിന്ന് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്. എന്റെ മാത്രമല്ല, പല പണ്ഡിതന്മാരും അത് സൂചിപ്പിച്ചിട്ടുണ്ട്. അത് ഭൗതികവാദികളായ പണ്ഡിതന്മാരാണ് സൂചിപ്പിച്ചിട്ടുള്ളത്. പക്ഷേ ഭാരതീയ വേദസാഹിത്യങ്ങൾ പരിശോധിച്ചാൽ നമ്മൾ കാണാൻ സാധിക്കുന്ന ഒരു കാര്യമുണ്ട്. ഈ പുനർജന്മ സിദ്ധാന്തത്തെക്കുറിച്ച് അടിസ്ഥാന വേദസംഹിതകളിൽ, ചതുർവേദ സംഹിതകളിൽ, ഋഗ്വേദ, സാമവേദ, യജുർവേദ, അഥർവവേദാദി സംഹിതകളിൽ എവിടെയും കാണുന്നില്ല. പിൽക്കാലഘട്ടത്തിൽ അതുണ്ടായത്. അത് ഛാന്ദോഗ്യത്തിൽ ഇതിങ്ങനെ പറഞ്ഞു കേൾക്കുമ്പോ ജൈവലി മഹാരാജാവ് തന്നെ വേദം പഠിച്ച ആളുടെ ഇതൊരു അത്ഭുതകരമായ സിദ്ധാന്തമായി കേട്ടിരിക്കുന്ന നമുക്ക് ഛാന്ദോഗ്യത്തിൽ തന്നെ കാണും ചെയ്യാം. അപ്പൊ അതിൽ നിന്ന് തന്നെ വേദം പഠിച്ച ആളുകൾക്ക് പോലും അറിയാൻ പാടില്ലാതിരുന്ന ഒരു വിശ്വാസമായിരുന്നു ഇത് എന്ന് മനസ്സിലാക്കാം. അത് പിൽക്കാലഘട്ടത്തിൽ ഈ വർണ്ണാശ്രമ വ്യവസ്ഥ, ചാതുർവർണ്ണ വ്യവസ്ഥ സ്ഥാപിക്കാൻ വേണ്ടി, അതിന്റെ അടിസ്ഥാനത്തിൽ പരലോക വിശ്വാസം മാറ്റിയെഴുതാൻ വേണ്ടി സ്ഥാപിക്കപ്പെട്ടതാണ് എന്താണ് ഞാൻ മനസ്സിലാക്കുന്നത്. വിശദീകരണം പ്രതീക്ഷിക്കുന്നു. സ്വർഗ നരകങ്ങൾ ഞാനിവിടെ സൂചിപ്പിച്ചു. അത് അന്തിമമായ ലക്ഷ്യമായി ഹിന്ദു സമൂഹം കണക്കാക്കിയിട്ടില്ല. സ്വർഗവും നരകവും വാസ്തവത്തിൽ ഇവിടെ തന്നെ, ഭൂമിയിൽ തന്നെ മനുഷ്യന് ലഭിച്ചുകൊണ്ടിരിക്കുന്ന
ഒരു അവസ്ഥ എന്നുള്ള രീതിയിലാണ് ഹിന്ദുത്വത്തിൽ അതിനെ നോക്കിക്കാണുന്നത്. വീണ്ടും വീണ്ടും ജനിക്കേണ്ടി വരുന്നു. കർമ്മങ്ങൾക്കനുസരിച്ച് ഹീനമായ കർമ്മങ്ങൾ ചെയ്യുന്നവര് വീണ്ടും താഴ്ന്ന യോനികളിൽ ജനിച്ച് വീണ്ടും കഷ്ടപ്പാടുകളും ബുദ്ധിമുട്ടുകളും സഹിച്ച് അത്തരത്തിലുള്ള ഒരു ജീവിത സംവിധാനത്തെ, അതായത് പുതിയ പുതിയ ജന്മങ്ങൾ ഉണ്ടാവുകയും ആ ജന്മത്തിന്റെ അവസ്ഥയിൽ സുഖത്തിന്റെയും ദുഃഖത്തിന്റെയും അനുഭവങ്ങൾ ഉണ്ടാകുമ്പോൾ നരക സ്വർഗങ്ങൾ ഈ ഭൂമിയിൽ തന്നെ ജീവിതാവസ്ഥയായി ചിത്രീകരിക്കുകയാണ് ചെയ്തത്. ഖഡോപനിഷത്തിന്റെയും സിദ്ധാന്തത്തിൽ ഇതുതന്നെയാണ് സൂചിപ്പിക്കപ്പെട്ടത്. ഇവിടെ ഒരു പ്രത്യേകത, വേദത്തിന്റെ അർത്ഥങ്ങളെയും വേദമന്ത്രങ്ങളെയും അതിന്റെ പൊരുളിനെയും നമ്മുടെ സാങ്കേതികമായ അല്ലെങ്കിൽ നാം സാധാരണ ഉപയോഗിക്കുന്ന ശബ്ദം കൊണ്ട് ആ അർത്ഥത്തിൽ അത് വ്യാഖ്യാനിക്കുമ്പോൾ ഉണ്ടാകുന്ന അബദ്ധങ്ങൾ സ്വാഭാവികമാണ്. നേരത്തെ തന്നെ നമ്മളോട് സ്ത്രീ സ്വാതന്ത്ര്യമർഹതി എന്ന ഒരു വാക്യം പറഞ്ഞു. സംഗതി ശരിയാണ്. അത് നമ്മൾ സാധാരണ പറയും സ്ത്രീ സ്വാതന്ത്ര്യം അർഹിക്കുന്നില്ല എന്ന് തന്നെയാണ്. പക്ഷെ അതിന്റെ മുകളിലുള്ള 3 വരിയുടെയും അർത്ഥം എടുക്കുമ്പോൾ സ്ത്രീ സ്വാതന്ത്ര്യം അർഹിക്കുന്നില്ല എന്നാണോ അതിനർത്ഥം വരിക എന്ന് പരിശോധിക്കേണ്ടതുണ്ട്. ചെറുപ്പകാലത്ത് പിതാവിനാലും യുവതിയാകുമ്പോൾ ഭർത്താവിനാലും വാർദ്ധക്യകാലത്ത് അച്ഛനാലും മകനാലും സ്ത്രീ സംരക്ഷിക്കപ്പെടേണ്ടതായിട്ടുണ്ട്. അതാണ് 3 വരിയുടെ അർത്ഥം. പിന്നെ 4ാമത്തെ വരിയിൽ സ്ത്രീ സ്വാതന്ത്ര്യം അർഹിക്കുന്നില്ല എന്ന് പറയുമ്പോൾ എന്ത് സ്വാതന്ത്ര്യത്തെക്കുറിച്ചാണ് പറയുന്നത്? സ്ത്രീക്കൊരു സ്വാതന്ത്ര്യവും ഇല്ല എന്നാണോ? അല്ല, അവളുടെ ജീവിത സംരംഭങ്ങൾക്കോ ജീവസന്ധാരണത്തിനോ സ്വതന്ത്രയായി അല്ലെങ്കിൽ ഒറ്റയ്ക്ക് നിന്നുകൊണ്ട് അവൾ കഷ്ടപ്പെടേണ്ടതായിട്ടില്ല, എന്നും അവളെ സഹകരിക്കാൻ, അവളോട് സഹായിക്കാൻ, അവർക്ക് താങ്ങും തണലുമായി ഒരു വ്യക്തി ഉണ്ടാകും എന്നുള്ള സൂചനയല്ലേ വാസ്തവത്തിൽ ആ സ്വാതന്ത്ര്യമർഹതി എന്ന വാക്കിനുണ്ടാകാൻ സാധ്യതയുള്ളൂ? ഇല്ലെങ്കിൽ ആ ശ്ലോകത്തിനൊരു അർത്ഥവും വരില്ല. പിതാ രക്ഷതി കൗമാരെ ഭർത്താ രക്ഷതി യൗവനെ പുത്രോ രക്ഷതി വാർദ്ധക്യേ എന്ന സ്ത്രീ സ്വാതന്ത്ര്യമർഹതി എന്നാണ് പറയുന്നത്. അപ്പൊ സ്ത്രീക്ക് സ്വാതന്ത്ര്യമില്ല എന്ന് പറയുന്ന ആ അർത്ഥവും അല്ലെങ്കിൽ ആ ഒരു പദവും തൊട്ട് മുൻപിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളും തമ്മിൽ നമ്മൾ സാധാരണ ഉള്ള സാങ്കേതിക ശബ്ദാർത്ഥത്തിൽ എടുത്താൽ അത് അർത്ഥം ശരിയല്ല. അതുകൊണ്ട് അതിന് നിരുക്തം നോക്കിക്കൊണ്ട് അതിന്റെ ഭാഷ്യകാരന്മാർ അത്തരത്തിൽ തന്നെ വ്യാഖ്യാനിച്ചിട്ടുണ്ട്. അവ ഞാൻ പറയാൻ കാരണം, അത്തരം വ്യാഖ്യാനങ്ങൾ പരിശോധിക്കുമ്പോൾ അതിന്റെ സത്യസന്ധമായ സമീപനം നമുക്ക് അറിയാൻ സാധിക്കും. പിന്നെ ഒരു കാര്യം സൂചിപ്പിക്കാനുള്ളത്, ഈ സ്വർഗം നരകം എന്നുള്ള വാക്കോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു ചിന്തയോ തീരെ ഇല്ല എന്നല്ല ഞാൻ നേരത്തെ സൂചിപ്പിച്ചത്. മാഷും അങ്ങനെയല്ല സൂചിപ്പിച്ചത്. ആത്യന്തികമായി സ്വർഗ നരകങ്ങൾ കിട്ടുന്നു, അല്ലെങ്കിൽ സ്വർഗമാണ് ജീവിതത്തിന്റെ ലക്ഷ്യം, അതിനുവേണ്ടിയാണ് ഇവിടെ പ്രവർത്തിക്കുന്നത് എന്നുള്ള ആത്യന്തിക ലക്ഷ്യം സ്വർഗമേ അല്ല. ആത്യന്തികമായി ലക്ഷ്യം മനുഷ്യൻ, ഞാൻ നേരത്തെ സൂചിപ്പിച്ചു, ചതുർവിധ പുരുഷാർത്ഥങ്ങൾ നിർവചിക്കപ്പെട്ടിട്ടുണ്ട്. ഈ പുരുഷാർത്ഥങ്ങളിൽ പരമപദ പ്രാപ്തിയായോ പരമപുരുഷാർത്ഥമായോ ചിന്തിക്കുന്നത് മോക്ഷം എന്നുള്ള സംവിധാനത്തെയാണ്. മോക്ഷം എന്നുള്ളത് സുഖഭോഗ ജീവിതത്തെക്കുറിച്ചല്ല. ഞാൻ ആദ്യമേ പറഞ്ഞു, പിന്നീട് ഒരു ജീവിതമേ ഇല്ലാത്ത അവസ്ഥയെക്കുറിച്ചാണ്. അതുകൊണ്ട് ഇവിടെ ലഭിക്കുന്ന ഭൗതികമായ ജീവിതത്തിന്റെ കുറെ കൂടി ഭൗതികമയവും ആധിക്യപരവുമായ ഒരു ജീവിതത്തെ കണ്ടുകൊണ്ട് അതിനുവേണ്ടി ജീവിക്കുവാനും അതിനുവേണ്ടി പ്രവർത്തിക്കുവാനുമുള്ള ഉപദേശമായിരുന്നില്ല ഭാരതീയ ആചാര്യന്മാര് നൽകിയിരുന്നത് എന്ന് സൂചിപ്പിക്കാൻ വേണ്ടിയാണ്. അപ്പൊ അതുകൊണ്ട് ഇത്തരം ശ്ലോകങ്ങളെ, ഇത്തരം കാര്യങ്ങളെ പലരും പല രീതിയിൽ വ്യാഖ്യാനിച്ചിട്ടുണ്ട്. വ്യാഖ്യാനത്തോട് അല്ലെങ്കിൽ ആ വ്യാഖ്യാനിച്ച അർത്ഥത്തോട് ഞാൻ വിയോജിപ്പ് കാണിക്കുന്നില്ല. കാരണം ഇന്ന് പലരും ഈ വേദങ്ങളെ വ്യാഖ്യാനിച്ചെഴുതിയിട്ടുണ്ട്. പക്ഷെ നിരുക്തത്തിന്റെ അടിസ്ഥാനത്തിൽ അതിലെ അർത്ഥവ്യത്യാസങ്ങൾ മനസ്സിലാക്കി വ്യാഖ്യാനിക്കുന്നവരാരും അവരെന്തു പറയുന്നു എന്നുള്ളത് നോക്കിക്കാണണം. അതിനുവേണ്ടിയാണ് ഞാനിത് സൂചിപ്പിച്ചത്. മാത്രമല്ല, മനുസ്മൃതിയിൽ നിന്ന് ഉദ്ധരിക്കുന്ന ആ ശ്ലോകം മറുഭാഗത്ത് അതേ സ്ത്രീയെക്കുറിച്ച് മറ്റൊരു പ്രമാണവാക്യവുമുണ്ട്. എവിടെയാണോ സ്ത്രീകൾ പൂജിക്കപ്പെടുന്നത് അവിടെ മാത്രമേ ദേവതകൾ കളിയാടുകയുള്ളൂ എന്ന് അതേ പുസ്തകത്തിൽ പറയുന്നു. ഇതുകൊണ്ട് തന്നെ നേരത്തെ ഇപ്പൊ സൂചിപ്പിച്ചൊരു സത്യമുണ്ട് ഇതിനകത്ത്. അതായത് പലരുടെയും കരവിരുതുകൾ അതിലേക്ക് കടന്നു വന്നിട്ടുണ്ട്. മാത്രമല്ല, യഥാർത്ഥമായ ഹിന്ദു തത്വത്തെയും ധർമ്മത്തെയും വൈദിക ചിന്തയെയും വികൃതപ്പെടുത്തുവാനുള്ള ഒട്ടേറെ പരിശ്രമങ്ങൾ ഇതിനകത്ത് മടങ്ങിയിട്ടുണ്ട് എന്നുള്ളത് സുവിദിതമാണ്, നിസ്തർക്കമാണ്. അതിലാർക്കും അഭിപ്രായ വ്യത്യാസമില്ല. അതുകൊണ്ട് തന്നെയാണ് ഞാൻ ആദ്യം പറഞ്ഞു ശ്രുതിയെന്നും സ്മൃതിയെന്നും നമുക്ക് 2 സംവിധാനങ്ങൾ ഉണ്ട് എന്ന്.
എൻ്റെ ഒരു ഉപചോദ്യം കൂടിയുണ്ട്, ബഹുമാനപ്പെട്ട സമയത്ത് കൂടി കേൾക്കണം. അതായത് എൻ്റെ ഒരു ലോജിക്കൽ ക്വസ്റ്റ്യനാണ്. ഈ പുനർജന്മ സിദ്ധാന്ത പ്രകാരം നന്മ ചെയ്തവർ അടുത്ത ജന്മത്തിൽ നല്ല മനുഷ്യരായിട്ട്, അതായത് ബ്രാഹ്മണരായിട്ടോ അല്ലെങ്കിൽ വൈശ്യരായിട്ടോ ശൂദ്രരായിട്ടോ ഒക്കെ ജനിക്കുമെന്നാണ് ഹൈന്ദവ വിശ്വാസപ്രകാരം മനസ്സിലാക്കുന്നത്. എന്നാൽ ഈ ഭൂലോകത്ത് നമ്മൾ പരിശോധിക്കുമ്പോൾ ഒരുപാട് ആളുകളെ നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ മൊത്തം ജനസംഖ്യയിൽ ഭൂരിഭാഗം പേരും തിന്മ കൂടുതൽ പ്രവർത്തിക്കുന്നവരാണ് എന്ന് ജനറലായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഈ രൂപത്തിൽ നമ്മളെ ലോജിക്കലായിട്ട് നമ്മൾ ചിന്തിക്കുമ്പോൾ മനുഷ്യന്റെ ജനസംഖ്യ ഇപ്പോൾ പണ്ടുണ്ടായിരുന്നതിൽ നിന്നും നല്ല ആളുകൾ മാത്രമാണ് ജനിച്ചു വരുന്നതെങ്കിൽ മനുഷ്യന്റെ ജനസംഖ്യ കുറഞ്ഞിട്ടും തിന്മ ചെയ്യുന്ന മൃഗങ്ങളും ജന്തുക്കളും പട്ടികളും പൂച്ചകളൊക്കെ ആയിട്ട് വന്നിട്ട് അവരുടെ ജനസംഖ്യ കൂടുകയുമാണ് വേണ്ടത്. എന്നാൽ മനുഷ്യന്റെ ജനസംഖ്യ പണ്ടുണ്ടായിരുന്ന ലക്ഷങ്ങളിൽ നിന്ന് മാറി ഇന്നിപ്പോൾ 600 കോടി 700 കോടിയോളം ആകുകയാണ്. അപ്പോൾ അതിന്റെ ലോജിക്കലായിട്ടുള്ള ഒരു തരത്തിലുള്ള ഒരു വിശദീകരണം നൽകാൻ സാധിക്കുമോ എന്ന് ചോദിക്കാൻ ആഗ്രഹിക്കുന്നു. ഉപചോദ്യത്തിനുള്ള ഉത്തരത്തിനുള്ള സമയം 5 മിനിറ്റ് വീതമാണ്. മനുഷ്യന്റെ സംഖ്യ കൂടി എന്നുള്ളത് കൊണ്ട് കാര്യമില്ല. കാരണം പട്ടികളെക്കാട്ടിലും പൂച്ചകളെക്കാട്ടിലൊക്കെ വളരെ കഷ്ടപ്പെടുന്ന മനുഷ്യന്മാർ ധാരാളമുണ്ട്. അപ്പൊ കഷ്ടപ്പെടണമെന്നുണ്ടെങ്കിൽ ഒരു വാലും അല്ലെങ്കിൽ പല്ലും കൊമ്പും ഒന്നും വേണമെന്നില്ല, മനുഷ്യനായിട്ട് തന്നെ കഷ്ടപ്പെടാം. അപ്പൊ അതുകൊണ്ട് കഴിഞ്ഞ ജന്മത്തിലുള്ള ആളുകള് മൃഗങ്ങളായിട്ട് ജനിച്ചോളണമെന്നില്ല, മനുഷ്യനായിട്ട് തന്നെ കഷ്ടപ്പെടുന്ന ഒരു ചവനപ്രാശവും മറ്റ് ചികിത്സകളൊക്കെ നടത്തുന്ന വലിയൊരു നമ്പൂതിരിയുടെ വീട്ടിൽ ആനയെ നോക്കിയിട്ട് ശങ്കരാടി ഒരു സിനിമയിൽ പറയുന്നുണ്ട്, നോക്കടാ ആന ആയാൽ എന്താ യോഗം വേണമെന്ന്. അതുപോലെ എത്ര മനുഷ്യർക്ക് ജീവിക്കാൻ പറ്റും? അപ്പോ മനുഷ്യന്റെ സംഖ്യ കൂടുന്നുണ്ടോ മൃഗങ്ങളുടെ സംഖ്യ കൂടുന്നുണ്ടോ എന്നുള്ളതല്ല പ്രശ്നം. അതൊന്ന്. രണ്ടാമത്, ഈ മനുഷ്യരല്ലാത്ത ജീവജന്തുക്കൾ എത്രയുണ്ടെന്ന് അറിയോ നമുക്ക്? 3 ദശലക്ഷം എന്നാണ് ആധുനിക ശാസ്ത്രം പറയുന്നത്. 3 ദശലക്ഷം ജീവജന്തുക്കളുണ്ടെന്ന്. പക്ഷെ അത് ശരിയല്ല എന്ന് അടുത്ത കാലത്ത് വീണ്ടും വന്നിരിക്കുന്നു. 12 ദശലക്ഷം പലതരത്തിലുള്ള ജീവികളുണ്ട് അത്ര. 12 ദശലക്ഷം. അതില് 3 ദശലക്ഷത്തിനെ മാത്രമേ മനുഷ്യ ഇതുവരെ മനുഷ്യന്റെ ബുദ്ധി വെച്ച് മനസ്സിലാക്കാൻ പറ്റിയിട്ടുള്ളൂ. ബാക്കി 9 ദശലക്ഷം ജീവികള്, കാണാത്ത ജീവികള്, ക്ഷുദ്രജീവികള്, ബാക്ടീരിയ മുതലായിട്ടുള്ള ജീവികള് ഉണ്ടത്രേ, മനുഷ്യന്റെ കണ്ണുകൾക്ക് ഗോചരമല്ലാത്തത്. അവയുടെ സംഖ്യ കൂടുകയാണോ കുറയുകയാണോ? ചിലപ്പോ നമ്മൾ ചെയ്യുന്ന വലിയ കുറ്റകൃത്യങ്ങളൊക്കെ ചെയ്യുന്ന ആളുകൾ ചിലപ്പോൾ അങ്ങനെയുള്ള ആളുകളായിട്ട് ജീവിക്കേണ്ട 12 ദശലക്ഷത്തിൽ പെടുത്താമോന്ന് അറിയില്ല. അത്രമാത്രം പറഞ്ഞുകൊണ്ട് എന്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. എൻ്റെ പേര് ഇസ്മായിൽ, എറണാകുളം ജില്ലയിൽ നിന്ന് വരുന്നു. ചാരട്ട് ഇറ്റലിയിൽ ജോലി ചെയ്യുന്നു. എനിക്ക് ചോദിക്കാനുള്ളത് അക്ബർ സാഹിബിനോടാണ്. അക്ബർ സാഹിബിൻ്റെ പല ബുക്കുകളിൽ നിന്ന് ഞാൻ വായിച്ചൊരു കാര്യമാണ് എനിക്കറിയേണ്ടത്. അതിൽ മുഹമ്മദ് നബിയെക്കുറിച്ച് ഹൈന്ദവ ഗ്രന്ഥങ്ങളിൽ, പുരാണങ്ങളിൽ പ്രതിപാദിക്കുന്നതായിട്ട് ഞാൻ അറിഞ്ഞു. അതിൽ ഭവിഷ്യൽ പുരാണത്തിൽ പറയുന്നൊരു ശ്ലോകം, വേദസ്മിന്നന്തരെ വിളയിച്ച ആചാരണ്യ സമന്യത മുഹമ്മദ മഹാമത ഇരിക്കാത ശിഷ്യശാഖ സമന്യത. ഇതിൽ അപ്പോൾ മുഹമ്മദ് എന്നു പേരുള്ള ലോകാചാര്യൻ തൻ്റെ അനുയായികളുമായി പ്രത്യക്ഷപ്പെടുമെന്നാണ് പറയുന്നത്.